السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله وكفى وسلام على عباده الذين اصطفى وآل كل والصحابة ومن اقتفى. أما بعد إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. ولا حول ولا قوة إلا بالله العلي العظيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقل رب أخرجني مخرج صدق وأدخلني مدخل صدق واجعل لي من لدنك سلطانا نصيرا. صدق الله مولانا العظيم. പ്രിയ സഹോദരങ്ങളെ, നുബുവത്തിൻ്റെ 13-ാം വർഷം 73 പുരുഷന്മാരും 2 സ്ത്രീകളുമടങ്ങുന്ന മദീന നിവാസികളുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരാറിലേർപ്പെടുകയും അവർ തിരിച്ചു പോവുകയും ചെയ്ത വിവരം നാം നേരത്തെ പറഞ്ഞു. ഈ വിവരം ഖുറൈശികൾക്കിടയിൽ പ്രചരിക്കുകയും പ്രശ്നത്തിൻ്റെ ഗുരുതരാവസ്ഥ അവർക്ക് ബോധ്യപ്പെടുകയും ചെയ്തു. കാരണം അവരെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാവുന്ന ഷാമിലേക്കുള്ള കച്ചവടയാത്ര ഭീഷണിയിലാണ്. മദീന വഴിയാണ് അവർ ഷാമിലേക്ക് യാത്ര പോവാറ്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആധിപത്യം നിലവിൽ വന്നു കഴിഞ്ഞ് മുസ്ലിങ്ങൾ ആ ഭാഗത്ത് ശക്തി ആർജിച്ച് വന്നാൽ അത് അവരുടെ ജീവിതമാർഗത്തെ പ്രതികൂലമായി ബാധിക്കും എന്നുകൂടി ബോധ്യപ്പെട്ടപ്പോൾ നേരത്തെ തന്നെ വിശ്വാസപരമായ വിയോജിപ്പുള്ളതിൻ്റെ പുറമെ ജീവിതമാർഗത്തിലും അത് ഭീഷണിയാണെന്ന് കണ്ടപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സഹാബാ കിറാമുകളെയും കഠിനമായി മർദ്ദിക്കുന്നതിൽ ഒന്നുകൂടി ശക്തിപ്പെടുത്തുകയും ഇതിന് അന്തിമമായി ഒരു പരിഹാരമുണ്ടാക്കണം എന്ന നിലക്ക് അവരുടെ കാര്യാലോചനാ സമിതി ഓഫീസാവുന്ന ദാറുൻ നദ്വയിൽ പ്രമുഖ ഗോത്രത്തലവന്മാരെല്ലാം ഒരുമിച്ച് കൂടി. അക്കൂട്ടത്തിൽ തിഹാമക്കാരായ ആരെയും ഈ യോഗത്തിൽ വരാൻ പാടില്ല. കാരണം തിഹാമക്കാര് യഥാർത്ഥത്തിൽ മോമിനീങ്ങളല്ലെങ്കിൽ പോലും ബഹുഭൂരിപക്ഷം ആളുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുഭാവികളാണ് എന്നവർക്കറിയാം. അങ്ങനെ അവർ യോഗം കൂടാൻ വേണ്ടി ദാറുൻ നദ്വയിൽ സമ്മേളിച്ച സമയത്ത് ഒരു പടുവൃദ്ധനായ ഒരാൾ നല്ല മാന്യമായ വസ്ത്രധാരണം നടത്തി യോഗ്യന്മാർ ചെയ്യുന്നത് പോലെ തൈലസാൻ ചുറ്റി ദാറുൻ നദ്വയുടെ വാതിലിൻ്റെ അരികെ വന്നു. അപ്പോൾ അവർ ചോദിച്ചു, മനുഷ്യഹു, ആരാണ് ആള്? റജുലുൻ മിൻ അഹ്ലി നജ്ദ്, നജ്ദുകാരനാണ് എന്ന് പറഞ്ഞു. ഈ നജ്ദിന് ഒരുപാട് പ്രത്യേകത ഉണ്ട്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഹുനാലിക അസ്സലാസിലു വൽ ഫിതൻ വഹുനാലിക യത്ലഉ ഖർന ശൈത്താൻ. നജ്ദിൽ നിരന്തരം പ്രശ്നകലുഷിതവും കുഴപ്പവും നിറഞ്ഞ പ്രദേശമാണ്. മാത്രമല്ല പിശാചിൻ്റെ കൊമ്പ് മുളക്കുന്നതും ആ ഭാഗത്ത് നിന്നാണ് എന്ന് നജ്ദിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ട് അതിൽപ്പെട്ടതാണ് മുസൈലിമത്തുൽ കദ്ദാബ് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളൊക്കെ നജ്ദിൽ നിന്നിട്ടാണ് ഉണ്ടായിത്തീർന്നത്. ഏതായാലും അയാൾ പറഞ്ഞു, ഇങ്ങനെ നജ്ദുകാരനാണ്, നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയവുമായി ആലോചിക്കാൻ ഒരുമിച്ച് കൂടിയതാണ് എന്ന കേട്ടപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എന്നിൽ നിന്നിട്ട് ലഭിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടാം എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ, എന്നാൽ നിങ്ങൾക്ക് കേടാം എന്ന് പറഞ്ഞാൽ അങ്ങനെ പുറമക്കാരനായ ഒരു വയസ്സനും ബാക്കി നാട്ടിലെ നേതാക്കന്മാരും ഒരുമിച്ച് കൂടി ഒരു വിഷയത്തിൻ്റെ ഗൗരവം ചർച്ച ചെയ്തു. ഈ നില മുന്നോട്ട് പോയാൽ മദീന നമുക്കൊരു ഭീഷണിയായി മാറുകയും, അന്ന് മദീന എന്ന് പേരില്ല, യസ്രിബ് എന്നാ പേര്. യസ്രിബ് നമുക്കൊരു ഭീഷണിയായി മാറും, അത് നമ്മുടെ നിലനിൽപ്പിനെ ബാധിക്കും. അതുകൊണ്ട് ഈ പ്രശ്നത്തിന് അന്തിമമായ ഒരു പരിഹാരം ഉടനെ കാണണം. അങ്ങനെ വിവിധ ആളുകൾ വ്യത്യസ്തങ്ങളായ അഭിപ്രായം പറഞ്ഞു. ചില ആളുകൾ പറഞ്ഞു, നല്ലൊരു പണിയുണ്ട്,
നല്ല ചെങ്ങല എടുത്തിട്ട് കൈക്കും കാലിനും മാമം വെച്ച് ഭദ്രമായ ഒരു റൂമിനകത്ത് പൂട്ടിയിടുക. സമയത്തിന് ആവശ്യമുള്ള ഭക്ഷണവും വെള്ളവും അങ്ങോട്ട് എത്തിച്ചു കൊടുക്കുക. അങ്ങനെ അതിൽ കിടന്ന് അങ്ങനെ മരിച്ചു പോട്ടെ. ഇവിടെ പല സാമൂഹ്യ പ്രശ്നങ്ങൾക്കും കാരണമായ ഒരുപാട് കവികൾ പൂർണ്ണകാലത്തൊക്കെ ഉണ്ടായിരുന്നു. അവരെ അങ്ങനെ ചെയ്ത് അവസാനം അങ്ങനെ അവരെ ശല്യം സഹിക്കവയ്യാതാവുമ്പോൾ കൈക്കും കാലിനും മാമം വെച്ച് റൂമിനകത്തിട്ട് പൂട്ടും. നേരത്തിന് ഭക്ഷണവും വെള്ളമൊക്കെ അവിടെ കൊടുക്കും. അങ്ങനെ അവരെ മരിച്ചു പോലാം എന്നതുപോലെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ റൂമിലിട്ട് പൂട്ടി ആമം വെച്ച് അങ്ങനെ മരിച്ചു പോട്ടെ എന്നൊരാൾ അഭിപ്രായപ്പെട്ടു. അപ്പോൾ അവർ അങ്ങനെ ചെയ്യുന്നതാണ്. ശല്യക്കാരായ കവികളൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു. അപ്പോൾ ഈ വയസ്സൻ ഈ നജിത്തുകാരൻ പറഞ്ഞു, മാഹാബിറയി, ഇതൊരു അഭിപ്രായമല്ല, സ്വീകരിക്കാൻ പറ്റൂല, ബുദ്ധിയില്ലാത്ത അഭിപ്രായങ്ങൾ ഈ പറയുന്നത്. ഇങ്ങനെ നിങ്ങൾ റൂമിൽ വെച്ച് ആമം വെച്ച് ഭൂമിയിൽ വെച്ച് പൂട്ടിയാൽ അദ്ദേഹത്തിൻ്റെ അനുയായികൾ നിങ്ങൾക്കറിയുന്നത് പോലെ നമ്മുടെ നാട്ടിലും പുറത്തും ധാരാളമായിപ്പോൾ ദൈനംദിനം അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വിവരം അവരറിഞ്ഞാൽ അവർ സംഘടിച്ചു വന്ന് അദ്ദേഹത്തെ ബലപ്രയോഗത്തിലൂടെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോവുകയും എന്നിട്ട് അദ്ദേഹം അവരെ കൂട്ടി ശക്തി സംഭരിച്ച് നിങ്ങളെ ആകെ തകർത്ത് തരിപ്പണമാക്കുകയും ചെയ്യും. അതുകൊണ്ട് അതൊരു ബുദ്ധിയല്ല. അപ്പോൾ മറ്റൊരാൾ പറഞ്ഞു, എനിക്കൊരറപ്പാനുണ്ട്, കൈയും കാലും നന്നായി കെട്ടി ബന്ധിച്ചിട്ട് നല്ല ആരോഗ്യമുള്ള ഒരു ഒട്ടകത്തിൻ്റെ പുറത്ത് കയറ്റിയെറുത്തുക, ഒട്ടകത്തിൻ്റെ കയറണ്ട് അഴിച്ചു വിടുക, എന്നിട്ട് നന്നായി അടിച്ച് തുളച്ചണ്ട് വിടുക. എവിടേക്കും പോട്ടെ, എവിടെ പോയി ഏത് നാട്ടിലെത്തി എന്തായി നമുക്കെന്താ, നമുക്ക് ആ ശല്യമാണ് തീർന്നിട്ടു. എവിടെയും പോയി വെള്ളവും ഭക്ഷണവും കിട്ടാതെ മരിക്കുക, ഇനി ആരുടെയെങ്കിലും കൂട്ടത്തിൽ കണ്ടെത്തി ആരും രക്ഷിക്കുക, എന്ത് ചെയ്താൽ നമുക്കെന്താ എന്ന് പറഞ്ഞു ഒരാൾ. അപ്പോഴും ഈ ഷെയ്ഖ് നജ്ദി ഇടപെട്ടു. അള്ളാഹ് അതൊരിക്കലും അഭിപ്രായമല്ല, അത് ശരിയാവില്ല. കാരണം നിങ്ങൾക്കറിയില്ലേ അദ്ദേഹത്തിൻ്റെ ആ വശ്യമധുരമായ പെരുമാറ്റവും ആരെയും തന്നിലേക്ക് ആകർഷിക്കുന്ന വശ്യമായ ആ സംഭാഷണ ചാതുരിയും അദ്ദേഹം പാരായണം ചെയ്യുന്ന ഗ്രന്ഥത്തിൻ്റെ വശ്യതയും അദ്ദേഹത്തെ പുറത്തു വിട്ടാൽ അന്യ നാട്ടിലെവിടെയെങ്കിലും പോയി എത്ര കുറഞ്ഞ സമയം കൊണ്ട് അദ്ദേഹത്തിന് അവരെ സ്വാധീനിക്കാൻ കഴിയും. അങ്ങനെ അദ്ദേഹം അവരെ കൂട്ടി നിങ്ങൾക്കെതിരിൽ യുദ്ധം നയിക്കാനും നിങ്ങളെ നാമാവശേഷമാക്കാനും അധിക കാലം വേണ്ടി വരില്ല. അതുകൊണ്ട് അതൊന്നും ഒരു അഭിപ്രായമല്ല, നിങ്ങൾ വിഷയത്തിൽ ഗൗരവമായി ചിന്തിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഇവരുടെ വലിയ ലീഡറുണ്ട്, അവർ അബുൽ ഹക്കം എന്ന് വിളിക്കുന്ന അംർ ബിൻ ഹിഷാം, ഇസ്ലാം അയാൾക്ക് കൊടുത്ത പേരാണ് അബൂ ജഹ്ൽ. അബൂ ജാഹിൽ അല്ല കേട്ടോ, ചിലർ പറയും അബൂ ജാഹിൽ എന്ന്. അബൂ ജഹ്ൽ എന്നൊരു പേര് മുസ്ലിംകൾ ഇസ്ലാം കൊടുത്ത പേരാണ്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഈ വിഷയത്തിൽ നല്ലൊരു അഭിപ്രായമുണ്ട്, നിങ്ങൾ ഇതുവരെ ആ അഭിപ്രായത്തിൽ എത്തിയിട്ടില്ല എന്ന് മനസ്സിലാണ്. അപ്പം എന്നാ നിങ്ങൾ പറയും. ഇയാൾ പറഞ്ഞു, നമ്മുടെ നാട്ടിലുള്ള എല്ലാ ഗോത്രത്തിൽ നിന്നും മുതിർന്ന ഉന്നത തറവാടികളായ ഓരോരുത്തരെ തിരഞ്ഞെടുക്കുക. അങ്ങനെ എല്ലാ ഗോത്രത്തിൽ നിന്നിട്ടും പ്രമുഖരായ ഓരോരുത്തരെ തിരഞ്ഞെടുത്തിട്ട് അവരുടെ കയ്യിലൊക്കെ നല്ല വാള് കൊടുക്കുക. എന്നിട്ട് തങ്ങളുടെ വീട് വളയുക. വീട് വളഞ്ഞ് രാത്രി സമയത്ത് അല്ലെങ്കിൽ രാവിലെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എല്ലാവരും കൂടി ഒപ്പം ഒന്നിച്ചിങ്ങോട്ട് വെട്ടുക. അങ്ങനെ കൊന്നു കളഞ്ഞാൽ മക്കത്തുള്ള എല്ലാ ഖുറൈശി ഗോത്രങ്ങളും കൂടിയായി ഇതിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ ബനു അബ്ദു മനാഫിന് പ്രതികാരം ചെയ്യാൻ കഴിയില്ല. കാരണം എല്ലാവരോടും കൂടിയൊന്നും പ്രതികാരം ചെയ്യാനുള്ള കഴിവ് ബനു അബ്ദു മനാഫിന് ഇല്ല. അങ്ങനെ വരുമ്പോൾ കൊല്ലപ്പെട്ടതിന് പകരം 100 ഒട്ടകം കൊടുക്കണമെന്നല്ലേ, ദിയ കൊടുക്കണമെന്നല്ലേ, അത് പ്രശ്നമല്ല. എല്ലാവരോടും കൂടി ആ 100 ഒട്ടകം ഉണ്ടാക്കുന്ന ഒരു വർത്താനമല്ല. എന്നാൽ നമുക്ക് ആ പ്രശ്നത്തിന് അന്തിമമായി പരിഹാരമാകും. അല്ലാഹ് അത് കേട്ടപ്പോൾ ഈ ഷെയ്ഖ് നജി പറഞ്ഞു, അല്ലാഹ് ഇതാണ് അഭിപ്രായം, അങ്ങനെ വേണം അഭിപ്രായം പറയാൻ, നല്ല മാർഗമാണ്. ഈ പ്രശ്നത്തിന് എന്നേക്കുമായി പരിഹാരമായി. കാരണം കൊല്ലപ്പെട്ടു പോയല്ലോ നബിതങ്ങൾ. പിന്നെയാണെങ്കിലോ അപ്പോൾ ബനു അബ്ദു മനാഫ് പ്രതികാരം ചോദിക്കും. പക്ഷേ മക്കത്തുള്ള എല്ലാ ഖുറൈശികളോടും ഒന്നിച്ച് പ്രതികാരം ചോദിക്കാൻ ആ ബനു അബ്ദു മനാഫിന് കഴിയൂല. അങ്ങനെ വരുമ്പോൾ എല്ലാവരോടും കൂടിയാണ് ദിയത്ത് കൊടുത്താൽ 100 ഒട്ടകം ഉണ്ടാക്കാൻ ഓരോ വീട്ടുകാരും ഓരോന്ന് എടുത്താൽ മതി.
പ്രശ്നം എന്തെന്നേക്കും പരിഹാരമാകുമല്ലോ. അന്ന് അങ്ങനെയെന്ന് തീരുമാനിച്ചു. ഈ തീരുമാനം ഇവർ കഴിഞ്ഞ് പുറത്തിറങ്ങുന്നതിന് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാമിനെ അയച്ച് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹ്യി കൊടുത്തു. വഇദ് യംകുറു ബിക്കല്ലദീന കഫറു ലിയഖ്തുലൂക ഔ യുഖ്രിജൂക ലിയുസ്ബിതൂക ഔ യഖ്തുലൂക ഔ യുഖ്രിജൂക. അല്ലാഹു തആല പറയാ, ശത്രുക്കൾ മക്കാ മുശ്രിക്കുകൾ ഗൂഢാലോചന നടത്തുന്ന സമയത്ത് അല്ലാഹു തആല ഇതൊക്കെ അറിയുന്നുണ്ട്. ഈ മൂന്ന് അഭിപ്രായവും പറഞ്ഞിട്ട് പറയാണ്, അവരെന്തൊക്കെ പറഞ്ഞാലും വല്ലാഹു ഖൈറുൽ മാകിരീൻ, എത്ര നല്ല ഗൂഢാലോചന അവർ നടത്തിയാലും അതിനെ അവസരോചിതമായി പരാജയപ്പെടുത്താൻ കഴിവുള്ളവനാണ് റബ്ബ് തആല. അതുകൊണ്ട് തന്നെ ഇവർ യോഗം കഴിഞ്ഞ് പിരിയുന്നതിന് മുമ്പ് കൃത്യമായ ന്യൂസ് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന അല്ലാഹു തആല ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുത്തു. ഈ വിവരം കിട്ടി ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഇന്ന് നിങ്ങൾ സാധാരണ ഉറങ്ങുന്ന കട്ടിലിൽ ഉറങ്ങാൻ പാടില്ല എന്നും. അങ്ങനെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പോറ്റുമകനാണല്ലോ ഒന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. പോറ്റുമകനാവുന്ന അലി റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, ഇന്ന് നീ ഞാൻ കിടക്കുന്ന കട്ടിലിൽ കിടന്നുറങ്ങണം. ഞാൻ സാധാരണ പുതക്കുന്ന ഒരു പച്ച പുതപ്പുണ്ട്, പുള്ളിയുള്ള പച്ച പുതപ്പ്. ആ പുതപ്പ് പുതച്ചിട്ട് എൻ്റെ കട്ടിലിൽ നീ കിടക്കണം ഇന്ന്. അപ്പം ഇത് കുടുംബങ്ങൾ തന്നെയാണല്ലോ, ഖുറൈശികൾ അധികം ഒക്കെ അടുത്തടുത്ത കുടുംബങ്ങളായി ശത്രുക്കളൊക്കെ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ വീട്ടിൻ്റെ അകത്തെ എല്ലാ കാര്യങ്ങളും അവർക്കൊക്കെ അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടെ കിടക്കല്, അല്ലാത്തവരെവിടെ ഉണ്ടാകല്, തങ്ങൾ സാധാരണ ഉപയോഗിക്കുന്ന ബെഡ് ഏതാണ്, തങ്ങൾ ഉപയോഗിക്കുന്ന കട്ടിലേതാണ്, തങ്ങളെ പുതപ്പ് ഏതാണ് ഒക്കെ അറിയാം. അത്രയും അടുത്ത ബന്ധുക്കളായത്. അങ്ങനെ ഞാൻ കിടക്കുന്ന കട്ടിലിൽ കിടന്ന് എൻ്റെ പുതപ്പ് കൊണ്ട് നീ പുതക്കണം എന്ന് പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞു, വല്ലാഹി ലൻ യസിലു ഇലൈക ബിസൂ, നിങ്ങളൊന്നും പേടിക്കണ്ട, അല്ലാഹു തആല നിങ്ങളെ കാക്കും, നിങ്ങളെ യാതൊരു ഉപദ്രവവും അവർ വരുത്തി വെക്കുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവന് പകരം ജീവൻ കൊടുക്കാൻ സന്നദ്ധനായിക്കൊണ്ട് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു തൻ്റെ കട്ടിലിൽ കിടന്ന് അതേ പുതപ്പ് പൊതിച്ചു കിടന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവര് ചുറ്റും വീട്ടിൻ്റെ ചുറ്റും തടിച്ചു കൂടിയിട്ടുണ്ട്. താഴെ എപ്പോഴാണോ പുറത്ത് വരുന്നത് അപ്പോൾ വെട്ടിക്കൊല്ല എന്ന നിലക്കാണ് പുറത്ത് തടിച്ചു കൂടിയിരിക്കുന്നത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പിടി മണ്ണ് വാരി യാസീൻ സൂറയിലെ ആദ്യ ഭാഗം, യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീന അലാ സിറാത്തിൻ മുസ്തഖീം തൻസീലൽ അസീസിർ റഹീം ലിതുൻദിറ ഖൗമൻ മാ ഉൻദിറ ആബാഉഹും വഹും ഗാഫിലൂൻ ലഖദ് ഹഖൽ ഖൗലു അലാ അക്സരിഹിം വഹും ലാ യുമിനൂൻ ഇന്നാ ജഅൽനാ ഫീ അഅനാഖിഹിം മഗ്ലാലൻ വഹിയ ഇലൽ അദ്ഖാനി വഹും മുഖ്മഹൂൻ وجعلنا من بين أيديهم صدا ومن خلفهم صدا فأغشيناهم فهم لا يبصرون എന്ന ആയത്ത് ഓതിക്കൊണ്ട് അവരുടെ ഇടയിലൂടെ ഇറങ്ങി. ഈ ആയത്തിനൊരു അത്ഭുതമുണ്ട്, ഇന്നും നിലവിലുണ്ട്, ഖിയാമത്ത് നാൾ വരെയും നിലവിലുണ്ട്. ഒരു ശത്രുവിനെ പറ്റിയോ ഒരു പ്രതിയോഗിയെ പറ്റിയോ ഭയപ്പെടുന്ന ഒരാൾ ഈ ആയത്ത് ഫഹും ലാ യുബ്സിറൂൻ എന്നതുവരെ ഓതുകയും എന്നിട്ട് ആ ശത്രുവിൻ്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടുന്നത് വരെ വജഅൽനാ മിൻ ബൈനിദിഹിം സദ്ദൻ വമിൻ ഖൽഫിഹിം സദ്ദൻ ഫഅഗ്ശയ്നാഹും വഹും ലാ യബ്സിറൂൻ എന്ന ആയത്ത് ആവർത്തിച്ച് ഓതിക്കൊണ്ടിരിക്കുകയും ചെയ്താൽ ഒരു കാരണവശാലും ശത്രുവിൻ്റെ പിടിയിലോ ശ്രദ്ധയിലോ പെടാതെ രക്ഷപ്പെടും. ഇന്നും നിലനിൽക്കുന്ന അത്ഭുത. ഞങ്ങളൊക്കെ ഗൾഫിലായിരുന്ന സമയത്ത് ഇടക്കുണ്ടാവും ചെക്കിങ്, അത് സ്പെഷ്യൽ ചെക്കിങ് ഒക്കെ ഉണ്ടാവും. ഈ സ്പെഷ്യൽ ചെക്കിങ്ങിൽ എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം ഉണ്ടായാൽ മതി, ഇവർ പിടിച്ചുകൊണ്ടുപോയി ജയിലിടും. പിന്നെ കെഫീൽ നടക്കണം. അതിന് ചിലപ്പം ഭാഗ്യദോഷത്തിന് ഇഖാമെടുക്കാതെ ഇറങ്ങി, അല്ലെങ്കിൽ ഇറങ്ങിയപ്പോൾ മറന്നുപോയി. ഇവിടെ എത്തിയപ്പോഴാണ് ഓർമ്മ വന്ന്. എന്നാൽ വേറൊന്നുമില്ല, നമുക്കെന്നെ എത്രയോ അനുഭവമുണ്ട്. യാസീൻ തുടങ്ങി അവിടെ എത്താനാവും വജഅൽനാ മിൻ ബൈനിദിഹിം സദ്ദൻ വമിൻ ഖൽഫിഹിം സദ്ദൻ ഫഅഗ്ശയ്നാഹും വഹും ലാ യബ്സിറൂൻ എന്ന ആയത്ത് ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ
എന്തെങ്കിലും ഒന്ന് ഈ ചെക്കിങ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആ പോലീസുകാരൻ എന്തോ ഒന്ന് ശ്രദ്ധ എടുത്തിട്ട് ചിലപ്പം വേണമെങ്കിൽ അയാളെ ഹെഡിൻ്റെ ഫോൺ വരികയെ അല്ലെങ്കിൽ വളരെ അത്യാവശ്യപ്പെട്ട വേറെ വണ്ടി ഇവരെ ഓവർടേക്ക് ചെയ്ത് പോണ് കാണുമ്പോൾ അവനിലേക്ക് എന്തോ ചെയ്യുമ്പോൾ നമ്മളോട് കൈകൊണ്ട് ഇങ്ങനെയാക്കും. ഒരിക്കൽ പോലും അതിന് മാറ്റല്ല. ഇത് ആ ആയത്തിൻ്റെ അസ്റാറുകളിൽ മഹാന്മാരായ ഉലമാക്കൾ പറഞ്ഞതാ. അപ്പൊ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ആയത്തും മോദി അവരുടെ ഇടയിൽ കൂടെ കൂളായിട്ട് പുറത്തുണ്ട്. ഇറങ്ങുക മാത്രല്ല, അപ്പൊ നബി തങ്ങൾ ഇങ്ങനെ ഇറങ്ങുമ്പോ അബൂജഹൽ ഇങ്ങനെ കളിയാക്കുന്നുണ്ട് ഇവരുടെ കൂട്ടത്തില്. അറിയങ്ങൾക്ക് ഈ വീട്ടിലിരിക്കുന്ന റസൂലുള്ളാഹിയെ ഒരു പറയണതേ ഓല് നാട്ടിൻ്റെ അധികാരം അങ്ങോട്ട് പിടിക്കും, രാജ്യം മുഴുവൻ അവരുടെ കയ്യിലാവും, എന്നിട്ട് അവരെ വിശ്വസിക്കാത്ത നമ്മളെയൊക്കെ അവർ വെട്ടിക്കൊല്ലും. അങ്ങനെ നാളെ പരലോകത്തേക്ക് ചെല്ലും, അവിടെ എല്ലാവരും ഇങ്ങോട്ട് ഹയാത്താക്കും, എന്നിട്ട് ഓലൊക്കെ സ്വർഗത്തേക്കാണ് പോവും, നമ്മളെയൊക്കെ നരകത്ത് കണ്ടും എന്നൊക്കെ പറയുന്ന ആളാണ് ഉള്ളിൽ കിടക്കുന്നത്. അപ്പൊ നബി തങ്ങൾ ഇങ്ങനെ ഇറങ്ങി പറഞ്ഞിട്ട് ധൈര്യം നോക്കണം. ഇത്രയും ആളുകൾ വാളും പിടിച്ച് കണ്ണിൽ എണ്ണൊഴിച്ച് നബി തങ്ങളെ കൊല്ലാനായി വന്ന് നിൽക്കുന്നോടത്താ പറയുന്നത്. ഞാനത് പറയുന്നുണ്ട്. അങ്ങനെ കൊല്ലപ്പെടുകയും നരകത്തിലേക്ക് തള്ളപ്പെടുകയും ചെയ്യുന്നതിൽപ്പെട്ട ഒരാൾ നീ തന്നെ. എന്നിട്ട് അവന്റെ ഉൾപ്പെടെ ഈ മുഴുവൻ ആളുകളുടെയും തലയിൽ മണ്ണ് വാരിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഇറങ്ങിപ്പോയി. അല്ലാഹു തആല ഫള് വിഖായത്തുല്ലാഹി അഗ്നത് അൻ മുളാഫതി മിനദ് ദുറൂഇ വഅൻ ആലിം മിനൽ ലുതുമി. ഇമാം ബുസീരി പറഞ്ഞത് അള്ളാഹുവിൻ്റെ കാവൽ ഒരാൾക്കുണ്ടെങ്കിൽ അവന് ആയുധബലത്തിൻ്റെ ആവശ്യമില്ല, അവൻ പടയങ്കി ധരിക്കേണ്ട ആവശ്യമില്ല, അവന് കോട്ടകൊത്തങ്ങളുടെ സംരക്ഷണം ആവശ്യമില്ല. അള്ളാഹുവിൻ്റെ കാവൽ. അവരുടെ കണ്ണ് മറഞ്ഞുപോയി, അവർക്കൊന്നും കാണാൻ കഴിഞ്ഞില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാട്ടിന് പോയി. കുറച്ച് കഴിഞ്ഞ ഒരാൾ ഓടി വന്ന് ദൂരന്ന്, കൂട്ടരെ എന്താ നിങ്ങൾ നിൽക്കുന്നത് ചോദിച്ചു. ഞങ്ങൾ നിൽക്കുന്നത് മുഹമ്മദിനെ കൊല്ലാൻ തന്നെ. എന്താ ഉണ്ടോ ചോദിച്ചു. പാവങ്ങളെ, നിങ്ങൾ എന്ത് പോഴത്തക്കാരാണ്, അയാൾ പോയില്ല ചങ്ങായിമാരെ, പോയില്ലേ. പോവുക മാത്രല്ല, പോകുന്ന സമയത്ത് നിങ്ങളുടെയൊക്കെ ശിരസിൽ മണ്ണ് വാരിയിട്ട് കൊണ്ടാണ് അദ്ദേഹം പോയത്. അപ്പോൾ അവർ തലയിൽ തപ്പി വെക്കുന്നു, എല്ലാവരും തലയിൽ മണ്ണ്. അങ്ങനെ സംഭവിച്ചു. നമ്മൾ ഇത്ര ശ്രദ്ധയോടും ജാഗ്രതയോടും കൂടി ഇത്രയും ആൾ നിൽക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഇറങ്ങിപ്പോവുക. അങ്ങനെ വരുമ്പോൾ എല്ലാ ജനലിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ എത്തി നോക്കുമ്പോൾ അതാ കിടക്കണ്. സാധാരണ തങ്ങൾ കിടക്കുന്ന കട്ടിലിൽ അതേ പുതപ്പ് പൊതിച്ചിട്ടൊരാൾ കിടക്കണ്. അയാൾ പറഞ്ഞു ഇജ്ജും ഉണ്ടാക്കട, അതാ കിടക്കണ്. ആ കട്ടിൽ വല മൂപ്പര് കിടക്കല് അതേ പുതപ്പും തന്നെ പൊടിച്ചിട്ട് അവിടെ കിടക്കണുണ്ടായിരുന്നു. അവിടെ ഇരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ കുറച്ച് ആളുകൾ പറഞ്ഞു, അവരെ നീതിബോധം മനസ്സിലാക്കണം. കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, എന്തിനാ നമ്മൾ രാവിലെ വരെ കാത്തിരിക്കണം ഉറക്കൊഴിച്ചിട്ട്? മേപ്പരില്ല, ഇങ്ങനെ ചെറിയൊരു പന്തലിട്ടിട്ടുള്ളൂ, മേലെ ചെറിയ മതിലുമാണ്, ഒരാളിങ്ങനെ ഏന്തിയാൽ എത്തുന്ന ദൂരമുള്ളൂ. നമുക്കിത് രാവിലെ വരെ ഉറക്കൊഴിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? അവിടെ 1-2 കുട്ടികളുണ്ടാവും, 2-3 പെണ്ണുങ്ങളുണ്ടാവും, അത്രയല്ലേ ഉള്ളൂ. ബാക്കി ഒരു മതിയാവുന്ന പുരുഷനായിട്ട് നബി തങ്ങൾ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. എടാ 4 ആൾ ഇങ്ങനെ ചാടി കയറിയിട്ട് ആ പണിയാണ് തീർത്തിട്ട് നമുക്ക് പോണേക്ക് പോയിക്കൂടെ? അങ്ങനെ 1-2 ആളുകൾ ചുമരി കയറി കാടാൻ വേണ്ടി ശ്രമിച്ചു. അപ്പോൾ സ്ത്രീകളാരോ കരഞ്ഞു. കാരണം പാതിരാത്രി സമയത്ത് ആരോ വീട് ചാരി കിടക്കാൻ കൊല്ലാൻ വരികയെന്നൊന്നും ഓൽക്കറിയില്ല. ഇത് കണ്ടപ്പോൾ ബാക്കിയുള്ളവർ സമ്മതിച്ചില്ല, തായറങ്ങി വേണ്ടായിരുന്നു. കാരണം എന്തുകൊണ്ട്? നാളെ പിറ്റേന്ന് നാട്ടിൽ ലോകര് പറയും ഖുറൈശികൾ തരം താന്നിരിക്കുന്നു, അവരുടെ മാന്യത കൈവിട്ടിരിക്കുന്നു. സ്വന്തം പിതൃവ്യപുത്രിമാർ അന്തി ഉറങ്ങുന്ന വീട്ടിൽ, അന്യ പെണ്ണുങ്ങൾ അന്തി ഉറങ്ങുന്ന വീട്ടിൽ രാത്രി പാതിര സമയത്ത് സമ്മതല്ലാതെ ചുമര് ചാടി കിടന്നതെന്ന് പറഞ്ഞാൽ തറവാടിത്വത്തിന് മോശമാണത്. ഉറക്കം രാവിലെ വരെ കഴിച്ചാലും വേണ്ടില്ല, വീട്ടിൽ കയറിക്കൂടാ. നോക്കണം, ഇന്നുണ്ടോ അങ്ങനത്തെ? ഇത്ര കടുത്ത ശത്രുക്കളാണ്. അവർക്ക് നബി തങ്ങളോട് മാത്രമേ ശത്രുതയുള്ളൂ. അവരുടെ സ്ത്രീകളോടോ കുട്ടികളോടോ അവർക്കൊരു ശത്രുതയില്ല. തന്നെയല്ല അവരുടെ കുടുംബ മഹിമ. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ പോലും സ്ത്രീകളെ ഉപദ്രവിച്ചുകൂടാ, കുട്ടികളെ ഉപദ്രവിച്ചുകൂടാ, അവരെ പേടിപ്പിച്ചുകൂടാ എന്ന്. അങ്ങനെ നേരം പുലരുന്ന ഫജ്ർ വരെ അവർ കാത്തുന്നു.
ഫജ്റായ സമയത്ത് സാധാരണ പോലെ ബഹുമാനപ്പെട്ട ഇമാം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു കിടക്കുന്ന കട്ടിലിൽ നിന്നിട്ട് എഴുന്നേറ്റ് വുളൂ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുന്ന കാഴ്ച ചെന്ന് നോക്കുമ്പോൾ വ്യക്തമായ വ്യത്യാസമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ല ഉയരമുള്ള ഒത്ത നല്ല ഭംഗിയുള്ള ഒരു ആളാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നീട്ടം അല്പം കുറഞ്ഞ് തടിച്ച് നേരത്തെ തന്നെ കുറച്ച് കൊടുവയറുള്ള ആളാണ്. രണ്ടും തമ്മിൽ വ്യക്തമായിട്ട് വ്യത്യാസമുണ്ട്. കണ്ടവർക്ക് മനസ്സിലായി. അന്ത അലി, അലി വൈന മുഹമ്മദ്, വല്ലാഹി മാ അദ്രി അന കുന്തു നായിം. അലിയല്ലേ ചോദിച്ചു. അലിയാണ്. ഇവിടെ മുഹമ്മദ് ചോദിച്ചു. എനിക്കറിയില്ല, ഞാൻ ഉറങ്ങല്ലേനോ, എനിക്കറിയില്ല. അപ്പോഴാണ് ഇവര് അള്ളാ നേരത്തെ പാതിരക്ക് ഒരാൾ വന്ന് പറഞ്ഞല്ലോ, ആള് പോയി, നിങ്ങൾ വെറുതെ നിൽക്കാണ്. അപ്പൊ നമ്മളത് വിശ്വസിച്ചില്ല. അവിടെ ഉറങ്ങുന്ന ആളെ കണ്ടിട്ട് ഇനി എന്താ ചെയ്യാ? ഇത്ര മുന്നിലെത്തിയിട്ട് കുടുംബത്തിന്റെ മാന്യത നോക്കാൻ വേണ്ടി ഉള്ളു ചാറി കയറാതെന്നത് കൊണ്ടല്ലേ ഇപ്പൊ ഇതൊക്കെ നഷ്ടപ്പെട്ടത്. ഏതായാലും ആട്ടെ, ഇനി എന്ത് അടിയന്തരമായ യോഗം കൂടി. ഏത് സ്ഥലത്തേക്കും നാട് വിടാൻ പാടില്ല. അതിന്റെ മുമ്പ് അടിയന്തരമായി പിടികൂടണം. അതിന് ഒരാളെ പിടിച്ചു കൊടുത്താൽ അത് ജീവനോട് കൂടി ആയാലും വേണ്ടില്ല, കൊന്നിട്ടായാലും വേണ്ടില്ല, 100 ഒട്ടകം കൊടുക്ക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്കാ ചെന്നത്. അപ്പൊ അതിന്റെ മുമ്പ് തലേ ദിവസം തന്നെ അല്ലാഹു തആലാന്റെ വഹയ്യുണ്ട്. എന്ത്? താമസിയാതെ മദീനയിലേക്ക് പുറപ്പെട്ടു കൊള്ളണം എന്ന്. സമയം പറഞ്ഞിട്ടില്ലാണല്ലോ. ഈ വിവരത്തിന് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു തലേ ദിവസം ഉച്ചക്ക് അവിടെ ചെന്നാണ്. സാധാരണ രാവിലെയോ വൈകുന്നേരമോ പോവുക. നട്ടുച്ച സമയത്ത് ആരും പുറത്തിറങ്ങൂല ഖുറൈശികൾ. ആ സമയത്താണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ ചെന്നപ്പോൾ തന്നെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ദൂരെ നിന്ന് കണ്ടപ്പോൾ തന്നെ പറഞ്ഞു, എന്തോ കാര്യമായ അടിയന്തര പ്രശ്നമുള്ളത് കൊണ്ടാണ് ഈ സമയത്ത് തങ്ങൾ വരുന്നത്, അല്ലെങ്കിൽ ഈ ഉച്ചക്ക് സമയത്ത് ആരും വരില്ല. അങ്ങനെ വന്നു. തങ്ങൾ സലാം പറഞ്ഞു, സ്വീകരിച്ചു, അകത്തിരുത്തി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പുറമക്കാരൊക്കെ ഒന്ന് മാറ്റി നിർത്ത്, എനിക്കൊരു സ്വകാര്യം പറയാണ്ട് പറഞ്ഞു. അപ്പോൾ ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇവിടെ പുറമെ ആരുമില്ല. ഒന്ന് അങ്ങനെ ഇക്കായ് ചെയ്ത ആയിഷയാണ്, ഒന്ന് അവളുടെ സഹോദരി അസ്മാ ആണ്, ഒന്ന് അവരുടെ ഉമ്മ റൂമാനാണ്. വേറെ ആരും ഇവിടെ ഇല്ല. അവരാരും നമുക്ക് ശത്രുക്കളല്ല, നമ്മളെ ആളുകളാണ്. അപ്പൊ പറഞ്ഞു, അല്ലാഹു തആല എനിക്ക് ഹിജ്റ പോകാൻ അനുവാദം തന്നിട്ടുണ്ട്. ഞാനും കൂടെ പോരട്ടെ ചോദിച്ചു. കാലനാം, അതെങ്ങളും പോകുന്നുള്ളൂ. അത് പറയേണ്ട താമസം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു കരഞ്ഞുപോയി സന്തോഷത്തിന്റെ ആധിക്യത്തിൽ. ആയിഷ റളിയല്ലാഹു തആല തന്നെ പറയാ, കുട്ടിയാണല്ലോ, സങ്കടം ഉണ്ടാവുമ്പോൾ കരയല് നമുക്കറിയാം. ഒരാൾക്ക് സന്തോഷം അധികരിക്കുമ്പോൾ കരയുന്നത് ഞാൻ ആദ്യം കാണുകയാണ്. സന്തോഷം കൊണ്ട് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല. അപ്പൊ ഇതിന്റെ 15 ദിവസം മുമ്പ് നല്ല പക്വതയുള്ള യാത്രക്ക് പറ്റുന്ന 2 പെണ്ണൊട്ടകങ്ങളെ സൂക്കിൽ പോയി കൊണ്ടുവന്ന് പോറ്റുന്നുണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. കാരണം ഏത് സമയത്തും ഹിജ്റ പോകാൻ അനുമതി കിട്ടും എന്ന് അവർക്കറിയാം. പലപ്പോഴും ഞാൻ പോകട്ടെ എന്ന് ചോദിക്കാറുണ്ട് സിദ്ദീഖ് റളിയല്ലാഹു തആല. അപ്പോഴൊക്കെ നബി തങ്ങൾ പറയും, കുറച്ചുകൂടി ക്ഷമിക്ക്, അല്ലാഹു തആല ഒരു കൂട്ടുകാരനെ തന്നുകൂടായില്ല എന്ന് പറയും. അങ്ങനെ നബി തങ്ങളും കൂടെ കിട്ടും എന്ന പ്രതീക്ഷയിൽ 2 ഒട്ടകത്തെ വില കൊടുത്ത് വാങ്ങി തീറ്റി കൊടുത്ത് സംരക്ഷിക്കുന്നുണ്ട്. എല്ലാ ഒട്ടകവും ഒന്നും അങ്ങനെ ദീർഘയാത്രക്ക് പറ്റൂല. അതിന് പ്രത്യേകിച്ച് നല്ല പക്വതയുള്ള പെണ്ണൊട്ടകം തന്നെ വേണം. ആണൊട്ടകത്തെ ചരക്കേറ്റാനല്ലാതെ ആള് യാത്ര ചെയ്യാൻ ഉപയോഗിക്കൽ വളരെ കുറവാണ്. കാരണം അത് ഒതുക്കം കുറവയ്ക്കാരും പലപ്പോഴും അനുസരണക്കേടും മറ്റുമൊക്കെ കാട്ടിയിട്ട് യാത്രക്കാരൻ ബുദ്ധിമുട്ടാവും. അപ്പൊ നല്ല പാകമുള്ള 2 പെണ്ണൊട്ടകങ്ങളെ പോയിട്ട് അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, നബിയേ, ഞാനിങ്ങനെ 15 ദിവസമായി 2 ഒട്ടകത്തെ, സിഫത്തത്തെ ഒട്ടകത്തെ വാങ്ങിയിട്ട് പോറ്റുന്നുണ്ട്, അതൊന്ന് തങ്ങൾക്ക് ഞാൻ അതിയായിട്ട് തന്നു. തങ്ങൾ പറഞ്ഞു, വേണ്ട, എനിക്കങ്ങനെ അതിയായിട്ട് വേണ്ട. പറയുമ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സ്വത്ത് മുഴുവനും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വാരിക്കോരി കൊടുക്കുന്ന ആളാണ്. പക്ഷെ ഹിജ്റ പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒട്ടകം വേണ്ട. അതെന്താ നബിയെ, ഞാൻ എൻ്റെ വക ഹദിയായിട്ടാണ് തരുന്നത്. വേണ്ട, എനിക്കത് വേണ്ട. ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹിജ്റ പോകുമ്പോൾ എൻ്റെ ദേഹം കൊണ്ടും ധനം കൊണ്ടും ഹിജ്റ പോകണം. അതുകൊണ്ട് നിങ്ങൾ എത്ര രൂപ കൊടുത്താണോ അത് സൂക്കിൽ നിന്ന് വാങ്ങിയത്, ആ കാശ് വാങ്ങിയാലേ ഞാനത് എടുക്കൂ.
അപ്പൊ 800 ദിർഹം കൊടുത്തിട്ടാണ് ഒരൊട്ടകം വാങ്ങിയത്. ആ വില നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ എണ്ണിക്കൊടുത്തു. മറ്റേ എന്തും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൊടുത്താൽ വാങ്ങലുണ്ട്. ഇവിടെ ഉദ്ദേശം തടി കൊണ്ടും മുതൽ കൊണ്ടും ഒന്നിച്ച് ചിറാവട്ടെ എന്ന് എനിക്ക് വില കൊടുത്ത് വാങ്ങി. ഈ ഒട്ടകത്തെ അബ്ദുല്ലാഹിബ്നു ഉറൈഖിത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന മുശ്രിക്കായ മക്ക മുശ്രിക്കീങ്ങളിൽപ്പെട്ട ഒരാളെ ഏൽപ്പിച്ചു. അവരൊക്കെ ഇന്നത്തെ കാലവും അന്നത്തെ കാലവും തമ്മിലുള്ള വ്യത്യാസം അതാണ്. വെറും 3 സ്വർണ്ണ നാണയാണ് പ്രതിഫലം വെച്ചത്. ഇയാള് അതിവിദഗ്ധനായ ഒരു വഴികാട്ടിയാണ്. ഏത് കുറുക്ക് മാർഗത്തിലൂടെ ചാടിക്കടന്ന് ലക്ഷ്യത്തിലെത്താൻ മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടാതെ പോകാൻ അറിയുന്ന വഴി അറിയുന്ന ആളാ. അപ്പൊ ഈ മദീന വരെ വഴി കാട്ടി കൊടുക്കുന്നതിന് 3 ദീനാർ സ്വർണ്ണ നാണയമാണ് പ്രതിഫലം നിശ്ചയിച്ചത്. ഇയാളാണെങ്കിൽ ശുദ്ധ മുശ്രിക്ക. ഇയാൾക്ക് എന്ത് ചെയ്യാ? ഈ 3 ദിനാറിന് കൂലിക്ക് ഏറ്റെടുത്തിട്ട് ഞങ്ങൾ ഇന്ന റൂട്ട് കൂടെ ഇന്ന സമയത്ത് ഇന്നോടത്ത് എത്തുന്ന ഈ അബൂജഹലിന് ഒരു ഒറ്റ കൊടുത്താൽ മതി. എന്നാ ഈ 3 ദീനാർ നേരത്തെ അവരോട് വാങ്ങുകയും ചെയ്യാ. 200 ഒട്ടകം അയാൾക്ക് സ്വന്തമാക്കുക. അറബികളിൽപ്പെട്ട വലിയ പണക്കാരനാകാം. പക്ഷേ അക്കാലത്ത് വിശ്വാസം എന്നത് വിശ്വാസം തന്നെ. അത് മോമിന് കാഫിറിന് വ്യത്യാസമില്ല. വിശ്വാസവഞ്ചന എന്നത് തറവാടിന്റെ ഐബായിട്ടാണ് അവർ കൂട്ടുന്നത്. അയാളോട് പറഞ്ഞു, ഞങ്ങൾ 3 ദിവസം വരെ സൗർ ഗുഹയിലുണ്ടാകും. 3 ദിവസം പൂർത്തിയാവുന്ന ഫജ്റോടടുത്ത സമയത്ത് നീ ഈ 2 ഒട്ടകങ്ങളെ തെളിച്ച് സൗറിൽ വരണം. അവിടെ നിന്ന് നമുക്ക് യാത്ര പുറപ്പെടാം. ആരോടാ പറയുന്നത്? ശുദ്ധ മുശ്രിക്കാണെന്ന് അയാള്. പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. പിൽക്കാലത്ത്, അന്നൊന്നും ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. അപ്പൊ ഈ ഒരു വിശ്വാസം തൊഴിൽ സംബന്ധമായ ഒരു വിശ്വാസത, വഴികാട്ടുക എന്ന് പറയുന്നത് അയാളുടെ തൊഴിലാണ്. അതിലുള്ള വിശ്വാസം അയാളെ വിശ്വസിച്ചേൽപ്പിച്ചാൽ ചതിക്കൂല എന്ന് എല്ലാവർക്കും അറിയാം. ആ വിശ്വാസത്തിന് ചെറിയൊരു വ്യതിചലനം വരുത്തിയിട്ട് തൻ്റെ ആദർശ സംരക്ഷണത്തിന് ഒരു സ്ഥാനം കൊടുക്കുകയായിരുന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെയും ശത്രുക്കളെ കൊണ്ട് പിടിപ്പിക്കാൻ അയാൾക്ക് യാതൊരു പ്രയാസമില്ല. അങ്ങനെ ഒട്ടകത്തെ അയാളെ ഏൽപ്പിച്ചു. ഇത് പകൽ നേരത്തെ ചെയ്തു വെച്ചിട്ടുണ്ട്. എന്നിട്ടാണ് രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരിയാര അവിടെ കിടത്തി രാത്രി ഇറങ്ങി സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലെത്തി. കാലിൽ ചെരുപ്പ് പോലും ധരിച്ചിട്ടില്ല. ചെരുപ്പ് ധരിക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയും പോകാറില്ല. ഇത് ഈ ധൃതി പിടിച്ചിറങ്ങിയ സമയത്ത് കാലിൽ ചെരുപ്പ് പോലും ധരിച്ചിട്ടില്ല. നമുക്കറിയാലോ, എപ്പോഴും ചെരുപ്പിടുന്ന ഒരാൾ ചെരുപ്പിടാതെ 10 അടി നടന്നാൽ അവൻ്റെ അവസ്ഥ എന്താവും? സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലെത്തി. സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കൂടി വീടിന്റെ പിൻവശത്തിലൂടെ നടന്നാ പോണത്. കാരണം വാഹനം 3-ാം ദിവസം രാവിലെ അവിടെ എത്തിക്കാൻ അബ്ദുല്ലാഹിബ്നു ഉറൈഖിത്തിനോട് കരാർ ചെയ്തിട്ട് കാൽനടയായിട്ടാണ് പോണത്. കുറെ അങ്ങെത്തി നോക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് വല്ലാത്ത അസ്വസ്ഥതയുണ്ട്. നബി തങ്ങൾ ഇങ്ങനെ നടക്കുമ്പോൾ കുറച്ച് സമയം മുന്നോട്ട് ഓടിപ്പോവും. കുറെ അങ്ങോട്ട് മുന്നോട്ട് ഓടിപ്പോയിട്ട് ഇങ്ങോട്ട് തന്നെ വരും. എന്നിട്ട് കുറച്ച് നേരം തങ്ങളൊപ്പം നടന്നിട്ട് ബേക്കൊക്കെ കുറെ അങ്ങോട്ട് ഓടിയിട്ട് ഇങ്ങോട്ട് തന്നെ വരും. എന്നിട്ട് കുറച്ച് സമയം നബി തങ്ങളെ കൂടെ നടക്കും. എന്നിട്ട് വലത്തെ ഭാഗത്തേക്ക് കുറെ അങ്ങോട്ട് ഓടും. എന്നിട്ട് ഇങ്ങോട്ട് തന്നെ വരും. എന്നിട്ട് നബി തങ്ങളെ കൂടെ കുറച്ചുകൂടി നടക്കും. പിന്നെ ഇടത്തോട്ട് ഓടും. കുറച്ച് സമയം ഇടത്തോട്ട് ഓടിയിട്ട് കുറച്ച് നേരം ഇങ്ങോട്ട് തന്നെ വരും. കുറച്ച് നേരം നബി തങ്ങളുടെ കൂടെ നടക്കും. പിന്നെയും മുന്നോട്ട് ഓടും. അപ്പൊ നബി തങ്ങൾ ചോദിച്ചു, എന്താ സിദ്ദീഖ് നിങ്ങൾ ഈ കാട്ടുന്നത് ചോദിച്ചു. നബിയേ, നമ്മുടെ അവസ്ഥ അതല്ലേ. കൊല്ലാൻ വേണ്ടിയിട്ട്, തങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ടല്ലേ ഇവർ ഒരുങ്ങി നിൽക്കുന്നത്. അപ്പൊ അവിടെയെങ്കിലും മുന്നിൽ ആരെങ്കിലും ഒളിഞ്ഞിരിപ്പുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ മുന്നോട്ട് ഓടുന്നത്. പിന്നെ എനിക്ക് തോന്നും ബേക്കിൽ ആരെങ്കിലും നമ്മളെ പിന്തുടരണുണ്ടോ എന്ന് എനിക്ക് പേടിയാ. അതാ ഞാൻ ബേക്കൊക്കെ ഓടുന്നത്. ഇനി ഇടത്തോ വലത്തോ ആരെങ്കിലും അന്വേഷിച്ച് വരുന്നുണ്ടോ എന്ന് എന്നെപ്പറ്റി എനിക്കൊരു ബേജാറുമില്ല. ഞാൻ പോയാൽ ഒരു മനുഷ്യൻ മാത്രം. തങ്ങൾക്ക് വല്ലതും സംഭവിച്ചാൽ പിന്നെ ഈ ലോകത്ത് അള്ളാഹുവിൻ്റെ തൗഹീദും റിസാലത്തും നിലക്കൂലല്ലോ. അത് പേടിച്ചിട്ടാണ്. അങ്ങനെ കുറച്ചങ്ങെത്തി മലയോടടുത്തെത്തിയപ്പോഴേക്കും നബി തങ്ങൾക്ക് ഒരടി ചവിട്ടാൻ വയ്യാതായി. കാലൊക്കെ മുറിയായി, ചെരുപ്പില്ലാതെ നടക്കണതേ. വാഹനപ്പുറത്തല്ലോ, നിലത്തല്ലേ. നബി തങ്ങളുടെ പ്രയാസം കണ്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു അഷ്ഹബുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്ത് ചുമലിലേറ്റിക്കൊണ്ട് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു മല നടന്നു കയറി. പോയോർക്കറിയാലോ അവിടുത്തെ അവസ്ഥ. ഇന്ന് എന്തൊക്കെ സൗകര്യമാക്കിയിട്ടുണ്ട്. ആ മലയുടെ തൊട്ട് താഴ്വര വരെയല്ല, ഏതാണ്ട് 1-ാമത്തെ വര, 3 മല കഴിഞ്ഞു പോകണം. 1-ാമത്തെ മലയുടെ കയ്യുന്നത് വരെ ഇന്ന് റോഡുണ്ട്, വണ്ടി പോവും. ഈ 1-ാമത്തെ മല കഴിഞ്ഞിട്ട് പിന്നെ നടക്കുന്നിടത്ത് തന്നെ മുഴുവൻ സ്ഥലത്തും ചവിട്ടുപടി വെച്ച് വഴി നന്നാക്കി സൗകര്യപ്പെടുത്തിയിട്ടുണ്ട്.
1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇങ്ങനെയുള്ള യാതൊരു സൗകര്യമില്ല. സ്വന്തം കഅബ ഷരീഫിന്റെ മുറ്റത്തിനുള്ള വീട്ടിൽ നിന്നിട്ട് ഇറങ്ങിയിട്ട് ഇവിടെ വരെ നടന്ന് ഇനി ആ മല കയറുകയാണ്. എങ്ങനെ കയറുന്നത്? ഒരു വെള്ളക്കുപ്പിയും എടുത്തുകൊണ്ട് കയറിയാൽ നമ്മൾ മുകളിൽ എത്തുമ്പോഴത്തേന് ആ വെള്ളക്കുപ്പി കൊണ്ടുകൊണ്ടില്ലേ ഇനി നാവും നടന്നിട്ടേ. അതേ സമയത്ത് ഹിറാ പർവ്വതം ഇതിന്റെ 1/3 ഉള്ളൂ, കുറച്ചുകൂടി കുത്തനെയാണ് വഴി മാത്രമേ ഉള്ളൂ. 1/3 ഉള്ളൂ സൗകര്യം. അതിന്റെ 3 ഇരട്ടി വരുന്ന സൗറിൽ ഹബീബ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചുമലിലേറ്റിക്കൊണ്ടാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല നടന്നു പോകുന്നത്. നമ്മളാണെങ്കിൽ എന്താണ് അവസ്ഥ? ദീനിന്റെ സ്വർഗം വാങ്ങലൊക്കെ അവരാ ചെയ്തത്. നമ്മൾക്ക് അവരൊക്കെ മഹബത്ത് വെക്കുക എന്നല്ലാതെ വേറൊന്നുമില്ല പ്രിയപ്പെട്ടവര്. അങ്ങനെ ഗുഹാമുഖത്തെത്തി തങ്ങളെ താഴെ ഇരുത്തിയിട്ട് പറഞ്ഞു, നബിയെ ആദ്യം തങ്ങൾ കയറില്ലേ, ഞാൻ കയറി നോക്കട്ടെ. കാരണം ജനവാസമില്ലാത്ത പർവ്വതത്തിന്റെ മുകളിലുള്ള ഈ ഗുഹയാണ്. എന്തെങ്കിലും വന്യജീവികളോ അതല്ലെങ്കിൽ വിഷജന്തുക്കളോ ഉണ്ടായിക്കൂടായില്ല, ഞാനൊന്ന് പരിശോധിക്കട്ടെ. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു കയറി എല്ലായിടത്തും തടകി തപ്പി നോക്കി. രാത്രിയാണല്ലോ. ദ്വാരം ഗുഹം കാണുന്നിടത്തൊക്കെ താൻ പുതച്ചിരുന്നൊരു തുണിയുണ്ട്, അത് കഷ്ണം മുറിച്ചിട്ട് ഈ ദ്വാരങ്ങൾ അടച്ചടച്ചടച്ച് അവസാനം തുണി കഴിഞ്ഞു. പിന്നെ നോക്കുമ്പോൾ ഒരു ദ്വാരം ബാക്കി. ഇനി എന്താ ചെയ്യാ? ഇനി ഉടുത്ത തുണിയേ ഉള്ളൂ. ഉടുത്ത തുണി എടുത്ത് കണ്ട് നോക്കാനും വയ്യല്ലോ, പുതച്ചത് കഴിഞ്ഞു. എന്ത് ചെയ്യും? അങ്ങനെയാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു തങ്ങളാണെങ്കിൽ ക്ഷീണിതനാണ്, കാലൊക്കെ വല്ലാതെ പൊട്ടിയിട്ട് വല്ലാതായിട്ടുണ്ട്, രാത്രി ഉറക്കമൊഴിച്ച ക്ഷീണാണ്. ഇതൊക്കെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്. പക്ഷേ ഹബീബിന്റെ ഖിദ്മത്തിന്റെ മുന്നിൽ അവരുടെ പ്രയാസമോ ക്ഷീണമോ ഒരു വിഷയമേ ആക്കിയെടുത്തില്ല. രണ്ടും കളിച്ചില്ല. തങ്ങൾ വിശ്രമിക്കട്ടെ എന്ന് വെച്ച് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു തങ്ങള് ആ ഗുഹയിൽ ഇരുന്നു. തൻ്റെ കാല് ആ ഗുഹയുടെ മേലെ വെച്ചിട്ട് അടച്ചിട്ട് പറഞ്ഞു, നബിയെ തങ്ങൾ കയറിക്കോളൂ. അങ്ങനെ റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ കയറി. സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മടിയിൽ തലവെച്ച് ഒരു ഉമ്മയുടെ മടിയിൽ കുഞ്ഞ് കിടക്കുന്നത് പോലെ പൂർണ്ണ വിശ്വാസത്തോട് കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഗുഹയിൽ കിടന്നു. കിടന്ന മാത്രമേ ക്ഷീണിതനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങിപ്പോയി. സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ സന്തോഷത്തിന് അതിരില്ല. ഹബീബ് അഷ്റഫുൽ ഖൽഖ്, 2 ലോകത്തിന്റെയും സയ്യിദാവുന്ന ഹബീബ്, അല്ലാഹുവിന്റെ അഷ്റഫുൽ ഖൽഖ് സ്വന്തം മടിയിൽ സുരക്ഷിതനായി കിടക്കുന്നത് കാണുമ്പോഴുള്ള മനസ്സമാധാനം എല്ലാം മറന്ന് സന്തോഷിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് കാല് വെച്ച ഗുഹയിൽ നിന്നിട്ടും കാലിന് കഠിനമായ വിഷമുള്ള സർപ്പം കടിച്ചു. അനങ്ങിയില്ല. നമ്മളാണെങ്കിൽ എന്താവും അറിയാതെ കാല് വലിച്ചോലേ. ഹബീബിന്റെ ഉറക്കം ഭംഗം വരുത്തണ്ടായ നിലക്ക് കടിയേറ്റ് വേദന കൊണ്ട് പൊളയുമ്പോഴും അനങ്ങിയില്ല. പക്ഷേ സഹികെട്ട് വേദന കൊണ്ട്, അസഹ്യമായ വേദന കാരണം കണ്ണിൽ നിന്നിട്ട് അറിയാതെ കണ്ണുനീര് ധാരധാരെ ഒഴുകിപ്പോയി. ഈ ഒഴുകിയ കണ്ണുനീർ മടിയിൽ കിടക്കുന്ന ഹബീബ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷർഫാക്കട്ട മുഖത്തേക്ക് ചൂടുള്ള കണ്ണുനീരുറ്റിയപ്പോൾ പെട്ടെന്ന് ഞെട്ടി ഉണർന്നു. നിങ്ങൾക്ക് എന്ത് പറ്റി? എന്തിനാ കരയുന്നത്? ലാ യാ റസൂലല്ലാഹ് ഖദ് ലദഗനി, എന്നെന്തോ ഒരു വിഷസർപ്പം കൊത്തി എന്നാ തോന്നുന്നത് എന്ന് പറഞ്ഞു. ഉടനെ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് കാല് വലിക്കാൻ പറഞ്ഞു. കാല് വലിച്ച് അവിടുത്തെ ഷറഫാക്കപ്പെട്ട ഉമ്മനീരെടുത്ത് ആ കടിച്ച സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷറഫാക്കപ്പെട്ട കൈ കൊണ്ട് ആ ഉമ്മനീര് ഒന്നിങ്ങനെ പരട്ടി. അവിടെ നിന്നു ആ വേദന. അപ്പം നിന്നു, പിന്നെ വേദന ഇല്ല. പക്ഷെ വിഷം ഇറങ്ങിയിട്ടില്ല. വിഷം ഇറങ്ങിയൊക്കെയല്ല, അവിടെ നിന്നു. പിന്നീട് തൻ്റെ 63-ാമത്തെ വയസ്സിൽ തങ്ങൾ വഫാത്തായി 3-ാമത്തെ വർഷം, 2 വർഷം കഴിഞ്ഞ് ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോ പനി വന്നു. നബി തങ്ങൾക്കുണ്ടായ അതേ രോഗം തന്നെയാണ് പനി വന്നു. പനി മൂർച്ഛിച്ച സമയത്ത് നേരത്തെ ഉണ്ടായിരുന്ന വിഷം ഇളകി. വിഷം നേരത്തെ അടങ്ങിയിട്ടേ ഉള്ളായിരുന്നു. ആ വിഷം ഇളകി. വിഷം കൊണ്ടാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അവസാനം വഫാത്തായത്. അതിന് കാരണം എന്താണെന്നറിയോ? സിദ്ദീഖ് എന്ന് പറയുന്ന പദവി ഷഹീദിന്റെയും മേലെയാണെങ്കിൽ പോലും സിദ്ദീഖ് എന്നത് ഈ പദവിന്റെ തൊട്ടടുത്തുള്ള ഷഹീദ് എന്ന് പറഞ്ഞ വലിയൊരു പദവിയാണ്. അത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു ഇല്ലാതെ പോകരുത് എന്ന നിലക്ക് വിഷം തേണ്ടി മരിച്ചവൻ ഷഹീദാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതുവരെ അവിടെ അടങ്ങി നിന്നു. അതിന്റെ പേരിൽ ഒരു ബുദ്ധിമുട്ടും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ടായില്ല. അങ്ങനെ നേരം പുലർന്നു. ശത്രുക്കൾ 4 ഭാഗത്തും അന്വേഷിച്ചിറങ്ങി. അങ്ങനെ കാലടയാള വിദഗ്ധരുണ്ട് അക്കാലത്ത്. ഇപ്പല്ലേ വിരലടയാള വിദഗ്ധർ എന്ന് പറഞ്ഞിട്ട്
വിരലടയാള വിദഗ്ധർ, നമ്മൾ വളരെ വിദഗ്ധമായി കളവ് നടത്തിയ കള്ളനെ പിടിക്കാൻ വിരലടയാള വിദഗ്ധർ ഈ വിരലടയാളം നോക്കിയിട്ട് സാധിക്കുന്നുണ്ട്. അക്കാലത്ത് ഇന്നത്തേക്ക് ശാസ്ത്രീയമായ ഒരു സംവിധാനവും വളരാത്ത കാലത്ത് കാൽപ്പാട് നോക്കി ആളെ കണ്ടുപിടിക്കുന്ന കായിഫ് എന്നാണ് ഇതിന് പറയാ, ലക്ഷണ നോട്ടക്കാർ വിദഗ്ധരുണ്ടായിരുന്നു. അങ്ങനെ വിദഗ്ധരായ ലക്ഷണ നോട്ടക്കാരെ കണ്ട് മക്കയുടെ 4 ഭാഗത്തേക്കും പരിശോധിച്ചു. എപ്പോഴും അവരുടെ ശ്രദ്ധ നേരെ വടക്കോട്ട് പോകും എന്ന. കാരണം നാം മദീനത്താണ് നബി തങ്ങളെ സംരക്ഷിക്കാൻ ആളുള്ളത്, മദീനത്ത് സംരക്ഷിക്കാൻ ആളുണ്ട് എന്നാ വിവരം. അതുകൊണ്ട് തന്നെ മദീനത്തേക്ക് നബി തങ്ങൾ പോകും എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹുവിന് സംരക്ഷണം ഉണ്ടാവും, അള്ളാഹു കാക്കും എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഒന്നും നോക്കണ്ട, വായും പൊളിച്ചിങ്ങനെ നടക്കണം എന്നല്ല. നമ്മളുടെ ഉത്തരവാദിത്വം നമ്മൾ യഥാവിധി നിർവഹിക്കുക തന്നെ വേണം. നമ്മോട് കൽപ്പിക്കപ്പെട്ട കാര്യത്തിൽ ഒരു വീഴ്ചയും വരുത്താൻ പാടില്ല. അള്ളാഹു സംരക്ഷിക്കും പറഞ്ഞിട്ട് ഇങ്ങനെ തൊള്ളിയും കാട്ടി നടക്കല്ല. അള്ളാഹുവിന്റെ സംരക്ഷണം ഉണ്ടെങ്കിൽ നേരെ വടക്കോട്ടാണ് പോയാൽ പോരെ. ഇവരുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി നേരെ തെക്കോട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പോയത്. മദീന മക്കയുടെ വടക്ക് ഭാഗത്ത, ത്വായിഫ് തെക്ക് ഭാഗത്ത. ത്വായിഫിക്ക് പോകുന്ന വഴിയിലാണ് ജബൽ സൗർ, അതിന്റെ ഗുഹയാണ് സൗർ ഗുഹ എന്ന് പറയുന്നത്. അപ്പൊ ഇവരുടെ ശ്രദ്ധ വടക്കോട്ടാവും. വടക്കോട്ട് പോയി അന്വേഷിച്ച് കാണുന്ന ശ്രദ്ധ തിരിയും. അപ്പോ ഈ തെക്ക് ഭാഗത്ത് നിന്നിട്ട് സുരക്ഷിതമായി പോകാം. കണ്ടോ, ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിക്കണം, ശത്രുവിനെ ജാഗ്രതയോടുകൂടി നിരീക്ഷിക്കണം എന്നൊക്കെ ഇതിൽ നബി തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഈ തെക്ക് ഭാഗത്തുള്ള സൗർ ഗുഹയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും. പക്ഷെ ഇവർ പരിശോധിച്ച് തെക്ക് ഭാഗത്തുള്ള സൗർ മലയുടെ അടിവരെ എത്തി. കാലടയാളം നോക്കിയിട്ടാ എത്തിയത്. നോക്കണം, മണൽ പരപ്പിൽ ആയിരക്കണക്കിന് ആളുകൾ നടക്കുന്ന മക്കയുടെ മണ്ണിൽ മണൽപ്പരപ്പിൽ ആര് ചവിട്ടിയാലും കാലടയാളം പോകും. അതിന്ന് മറ്റൊരു ശാസ്ത്രീയമായ ആധുനിക സംവിധാനവും ഇല്ലാതെ കണ്ണുകൊണ്ട് നോക്കിയിട്ട് ഇത് ആരുടെ ചവിട്ടടിയാണെന്ന് കൃത്യമായി പറഞ്ഞിട്ട് സിദ്ദീഖുൽ അക്ബറിന്റെ ചവിട്ടടിയും ഹബീബ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചവിട്ടടിയും മണലിൽ പതിഞ്ഞ കാൽപാദത്തിലൂടെ മനസ്സിലാക്കി മലമുകൾ വരെ അവർ കയറി. എത്ര കൃത്യമായ അന്വേഷണമാണ് നോക്കണം. അന്നൊക്കെ ജാഹിലിയ കാലയിലൊന്നും അറിയില്ല. അന്നത്തെ ശാസ്ത്രീയമായ എല്ലാ സംവിധാനങ്ങളും അവർ ഉപയോഗിക്കുന്നുണ്ട്. അതറിയുന്നവർ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും. അങ്ങനെ ഗുഹയുടെ 40 മുഴം അകലം വരെ അവരെത്തി. പിന്നെ കാണാനില്ല. അള്ളാഹുവിന്റെ ഖുദ്റത്ത്. ഗുഹയിൽ നിന്നിട്ട് 40 മുഴം അപ്പുറം വരെ അവരെത്തിന് ചവിട്ടടി കണ്ടിട്ട് പിന്നെ ഒരു ചവിട്ടടിയും കാണാനില്ല. എങ്ങോട്ട് പോയി എന്നില്ല. ഇയാള് ഈ ലക്ഷണ നോട്ടക്കാരൻ പറഞ്ഞു, ഇതുവരെ കൃത്യമായി അബൂബക്കറിന്റെയും മുഹമ്മദിന്റെയും ചവിട്ടടി ഞാൻ കണ്ടു, പിന്നീട് ഒരടയാളവും കാണുന്നില്ല. ആകാശത്തിലേക്ക് ഉയർന്നു പോയോ, അതല്ലെങ്കിൽ ആരെങ്കിലും തട്ടിയെടുത്തു പോയോ ഒന്നും പറയാൻ കഴിയില്ല. ഇനി ചവിട്ടടിയില്ല. അള്ളാഹുവിന്റെ ഒരാവശ്യമില്ല, ഒരു സൈന്യത്തിന്റെ ആവശ്യമില്ല. വേണ്ടോടത്ത് അള്ളാഹു തലയിടണം. ഇന്നിരുത്തി അള്ള നോക്കട്ടെ എന്നിരുത്തി നടക്കാൻ നമുക്കോട്ട് പറ്റൂല. നമ്മൾ ചെയ്യാനുള്ളതൊക്കെ നമ്മൾ ചെയ്യണം. നമ്മൾ സജ്ജീകരണങ്ങൾ നടത്തും. പറയുന്നു, ശരിക്കും നിങ്ങൾ ജാഗരൂകരായിരിക്കണം. കാര്യങ്ങൾ കാര്യഗൗരവത്തോടു കൂടി നിങ്ങൾ കണക്കിലെടുക്കണം. എല്ലാവിധ സംവിധാനങ്ങളും സജ്ജീകരണങ്ങളും നിങ്ങൾ ഒരുക്കിയിരിക്കണം. അള്ളാഹു സംരക്ഷിക്കും എന്ന് പറഞ്ഞാണ് ബായും പൊളിച്ചിരിക്കുകയല്ല വേണ്ടത്. പക്ഷേ സംരക്ഷിക്കേണ്ടോടത്ത് അള്ളാഹു സംരക്ഷിക്കും. അതിന് നമ്മളുടെ ധർമ്മം നമ്മൾ നിറവേറ്റി തന്നെ വേണം. അങ്ങനെ ചുറ്റുഭാഗത്തും 4 ഭാഗത്തും തിരിഞ്ഞ് ഇനി എന്ത് ഇവിടെ അടുത്തൊരു ഗുഹ ഉണ്ടല്ലോ. ഉമയ്യത്ത് പറഞ്ഞ് ഞാൻ ആ ഗുഹയിലൊന്ന് പോയോട്ടെ. അടുത്ത് വരുന്ന കണ്ടപ്പോൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നബിയേ, ശത്രുക്കൾ നമ്മുടെ അടുത്തെത്തിപ്പോയി. ഉമയ്യത്ത് ചെന്ന് നോക്കുമ്പോൾ കണ്ട കാഴ്ച, ഹൽഫാ വർഗത്തിൽപ്പെട്ട 2 മരങ്ങള് നിറയെ അടി മുതൽ മോള് വരെ തിങ്ങിയ വലിയ ഇല ഈ മരത്തിന്. ആ 2 മരം ഇടത്തും വലത്തുമായിട്ട് ഇങ്ങനെ ഉണ്ട്. അതിൻ്റെ നേരെ താഴെ 2 കാട്ടുപ്രാവുകൾ മുട്ടയിട്ട് അവിടെ അടയിരിക്കുന്നുണ്ട്. തന്നെയല്ല, ഈ 2 മരവും ഗുഹാമുഖവും കൂട്ടിയിട്ട് നിറയെ ചെലന്തിയുടെ വല ഇട്ടിട്ടുണ്ട്. പിന്നെ അവിടെ പൊടിക്കാറ്റടിക്കുന്ന സ്ഥലമാണല്ലോ. ഒന്ന് പൊടിക്കാറ്റടിച്ചിട്ട് ഈ ചെലന്തി വല മുഴുവനും ആകെ മണ്ണിന്റെ നിറയിനും. ഇയാളിങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു,
ഇവിടെ മുഹമ്മദ് എന്നല്ല മനുഷ്യവർഗത്തിൽപ്പെട്ട ആരുമില്ല. മനുഷ്യവർഗത്തിന്റെ വാസന കേട്ടാൽ കാട്ടുപ്രാവ് വരില്ല. ഇവിടെ കാട്ടുപ്രാവ് വരികയല്ല, മുട്ടയിട്ട് അടയിരിക്കുക ചെയ്യുന്നത്. പിന്നെ ആ ഹൽഫ മരം കാണാത്ത നിലക്ക് ചെലന്തി വെള്ളം ഇട്ടിട്ട് ആദ്യം മണ്ണ് പിടിച്ചിട്ട് മുഹമ്മദ് ജനിക്കുന്നതിന് മുമ്പ് വെട്ടിയ ചെലന്തി വലയാണത്. എന്നിട്ട് മതിയാക്കിയില്ല. ഇയാൾ എന്ത് ചെയ്തു? പേടിച്ചിങ്ങനെ വർക്കുകയാണ്. നബിയേ, അവരൊന്നും ഇങ്ങോട്ട് നോക്കിയാൽ നിങ്ങൾ പേടിക്കണ്ട, അള്ളാഹുത്താല അവരെ കണ്ണിനെ നമ്മളിൽ നിന്നിട്ട് നമ്മളെ തൊട്ട് മറക്കും, അള്ളാഹുത്താല നമ്മളെ കാണാൻ അവർക്ക് സന്ദർഭം കൊടുക്കൂല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഇയാളുണ്ട് നേരെ ഗുഹന്റെ നേരെ തിരിഞ്ഞു നിന്നിട്ട് തുണി വാടിയിട്ടിരുന്ന് മൂത്രയിക്കുന്നു. രണ്ടാള് നേരെ മുന്നിലുണ്ട്. പക്ഷെ ഇയാൾക്ക് അങ്ങോട്ട് കാണില്ല. നബി തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സമാധാനിപ്പിച്ച് പറഞ്ഞു, നോക്ക അബൂബക്കർ, നമ്മൾ രണ്ടാളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ടെന്നാൽ ആ മനുഷ്യന് ഈ നിലക്ക് തുണി മാറ്റിയിട്ട് നമ്മളെ മുന്നിലേക്ക് മൂത്രയിക്കോ? കാണൂല. അയാള് പോയി എന്തേ ഒന്നുമില്ലാന്ന് മുഹമ്മദിനെ ജനിക്കുന്നതിന് മുമ്പുള്ള ചെലന്തി വല കെട്ടിയിരിക്കുകയാണ്. കാട്ടുപ്രാവുണ്ട് അവിടെ മുട്ടിട്ടിരിക്കുന്നു. അപ്പോൾ അപ്പുറത്ത് കൂടെ 3-4 ആളുകൾ വന്നു. ഈ ഗുഹയുടെ മുകളിലൊരു പാറുണ്ട്, കൊടക്കല്ല് പോലത്തെ ഒരു കല്ലാണത്. നമ്മൾ വിചാരിച്ചേക്കുള്ള മറ്റേ ഹെറാ പർവ്വത്തിന്റെ ഗുഹ പോലത്തെ ഗുഹയൊന്നും അല്ലത്. ഇപ്പുറത്തൊരു കല്ലും അപ്പുറത്തൊരു കല്ലും അതിൻ്റെ അങ്ങേ പുറത്തൊരു കല്ലും നടുവിലൊരു കൊണ്ട് അതിൻ്റെ മുകളിൽ ഒരു കൊടക്കല്ല് പോലത്തെ ഒരു കല്ല. ഇപ്പുറത്ത് കൂടെ എങ്ങനെയും കിടക്കാം, തീരെ കൂടെ എങ്ങനെയും കിടക്കാം. സാധാരണ ഇപ്പം ചെയ്യുക, അതിലെങ്ങനെ ഇറങ്ങിയിട്ട് തീരങ്ങനെ ഇറങ്ങിപ്പോരാ. അതിലെ ഗുഹയൊക്കെ ഇറങ്ങിയിട്ട് ഇവിടെ 2 റക്അത്ത് സുന്നത്തൊക്കെ സ്കരിച്ചിട്ട് തീരങ്ങനെ ഇറങ്ങിപ്പോരാ ചെയ്യുക. മുകളിലെത്തി. മുകളിൽ ആളുകൾ ഈ കല്ലിൻ്റെ മുകളിൽ താഴത്തേക്ക് നോക്കിയാൽ ശരിക്കും ഗുഹൻ്റെ അകത്തേക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, നബിയേ, അത്തലബ് നമ്മൾ അന്വേഷിച്ചിട്ടുള്ള ആളുകൾ എത്തിപ്പോയി. അവരെങ്ങാനും അവരുടെ കാലിമ്മൊക്കെ നോക്കിയാൽ നമ്മളെ നോക്കണ്ട, സ്വന്തം കാലിലേക്ക് നോക്കിയാൽ അവർ നമ്മളെ കാണുമല്ലോ നബിയേ. ബേജാറായി, വിഷമിച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാ അബൂബക്കർ, മാ വന്നുക ബിസ്നൈൻ അല്ലാഹു സാലിസുഹുമാ ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ എന്നാ ഖുർആൻ പറഞ്ഞത്. മാ വന്നുക ബിസ്നൈൻ അല്ലാഹു സാലിസുഹുമാ. നിങ്ങൾ എന്താ വിചാരിക്കുന്നത് സിദ്ദീഖ്? നമ്മൾ രണ്ടാളുള്ളൂ എന്നാ? നമ്മളെ കൂടെ 3-ാമൻ അള്ളാഹുവിന്റെ സംരക്ഷണം ഉണ്ട്. ഇത് യഖൂലു ലിസാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. അള്ളാഹുവിന്റെ ഹിഫ്ള് നമ്മൾക്കുണ്ട്. അള്ളാഹുവിന്റെ ഹിഫ്ള് ഉണ്ടാകുമ്പോൾ ശത്രുവിനെ നമ്മളെ കാണാൻ കഴിയില്ല. പിന്നെയും സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ബേജാറായപ്പോൾ കഥകളിൽ കാണാം, താരിഖുകളിലൊക്കെ ഇബ്നു കസീർ ഉൾപ്പെടെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ സഹിയായ സനദില്ല എന്നാ കേസ്. സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ബേജാറും വെപ്രാളവും കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സിദ്ദീഖ് നിങ്ങൾ ബേജാറായില്ലേന്ന്. അങ്ങനെ ഒരു പ്രശ്നം വരികയാണെങ്കിൽ ഇങ്ങോട്ട് നോക്കിയാൽ ഒരു തീരെ വരാനുള്ളത് ഇങ്ങോട്ട് നോക്കിയാൽ ആ ഗുഹന്റെ ഇങ്ങേപ്പുറം നോക്കുമ്പോ ഇതിനെ ചാരി ഒരു കടൽ ഇങ്ങനെ ഉണ്ട്. ആ കടലിൽ ഒരു കപ്പൽ യാത്രക്ക് തയ്യാറായി ഇങ്ങനെ നിൽക്കുന്നു. ഇബ്നു കസീർ അൽ ബിദായ വൽ നിഹായയിൽ തൊട്ട് തുടങ്ങിയിട്ട് സുബുലുൽ ഹുദാ വർ റഷാദിൽ തുടങ്ങി ബഹുമാനപ്പെട്ട ഇമാം ഖസ്തലാനി വരെ ഈ ചരിത്രം എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിന്റെ സനത് കുറച്ച് കുഴപ്പമുണ്ട്. ചരിത്രം എന്ന് പറഞ്ഞാൽ അതൊക്കെ ഇത് ഹലാലും ഹറാമും പറയുന്ന കാര്യമല്ല. അള്ളാഹിന്റെ റസൂലിന്റെ മുഅ്ജിസത്തായിട്ട് അള്ളാഹു തആല കാണിച്ചു കൊടുത്തതാ. ഏതായാലും ആട്ടെ, അവരത് കണ്ടില്ല, പോയി. അങ്ങനെ 3 രാവും പകലും ഈ ഗുഹയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിച്ചു വിട്ടു. നിങ്ങൾ വിചാരിച്ചേക്ക് എങ്ങനെ കഴിച്ചു കൂട്ടി? ശ്വാസം വിടാതെ പുറത്തിറങ്ങാതെയല്ല. ആ കുടുംബം ചെയ്ത സേവനം നമ്മൾ മനസ്സിലാക്കണം. ഓരോ ദിവസവും ഉറൂബായി കഴിഞ്ഞാൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ 2-ാമത്തെ മകൻ അബ്ദുല്ലാഹി ഇബ്നു അബീ ബക്കർ റളിയല്ലാഹു തആല അൻഹു മുസ്ലിമാണ്. അദ്ദേഹം സഹാബിയാണ്. നല്ല ജാഗ്രതയുള്ള ചെറുപ്പക്കാരനായ യുവാവ. പകൽ സമയത്ത് മുഴുവനും ശത്രുക്കളുടെ കൂടെ ഇടപഴകി അവരുടെ ചർച്ച എന്താണ്, അവരുടെ അന്വേഷണം എവിടെ എത്തി, അവരുടെ നീക്കം എന്തൊക്കെയാണ് എന്ന് വൈകുന്നേരം വരെ പഠിച്ചിട്ട് ഉറൂബായ ഖുറൈശികളൊക്കെ വീട്ടിലടങ്ങും. ഉറൂബാവുന്ന സമയത്ത് അബ്ദുല്ലാഹി ഇബ്നു അബൂബക്കർ എവിടെ വരും? ഗുഹയിൽ വരും. എന്നിട്ട് അന്നുണ്ടായ വാർത്തകളെല്ലാം നബി തങ്ങളോടും ഉപ്പയോടും പറഞ്ഞു കൊടുക്കും. എന്നതുപോലെ ആട് മേക്കുന്ന പണിയാണ് സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ. ആട് മേക്കുന്ന പണിയായിരുന്നു. ആമിർ ഇബ്നു ഫുഹൈറ റളിയല്ലാഹു തആല അൻഹു പണ്ട് 7 അടിമകളെ വിലക്ക് വാങ്ങി മോചിപ്പിച്ചതിൽപ്പെട്ട ഒരാളാണ് മഹാനായ ആമിർ ഇബ്നു ഫുഹൈറ റളിയല്ലാഹു തആല അൻഹു. മഹാനവർകൾ ആടുമായിട്ട് വരും. എന്നിട്ട് ഈ ഗുഹന്റെ തൊട്ടിപ്പുറത്ത് വേറൊരു ഗുഹണ്ട്. ഇപ്പോഴും പോയവർക്ക് കാണാം, അപ്പുറം ഇപ്പുറം 2 ഗുഹയുണ്ട്. ഈ 2-ാമത്തെ ഗുഹന്റെ അടുത്ത് മൂപ്പര് കൂടും, ആടിനെ അവിടെ കൂട്ടും. എന്നിട്ട് സുഭിക്ഷമായി പാല് കറന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖുൽ അക്ബറും കുടിക്കും. രാവിലെ ഫജ്റിന്റെ മുമ്പ് അബ്ദുല്ലാഹി ഇബ്നു അബൂബക്കർ തിരിച്ചു പോവും. തിരിച്ചു പോയാൽ
ഫജർ ഇങ്ങനെ ആയാൽ ഈ ആടിനെ ആ വഴിക്ക് ഇങ്ങനെ തുളച്ചുകൊണ്ടുപോകും. എന്തിനാ? അബ്ദുള്ള ഇങ്ങോട്ട് വന്നപ്പോഴും രാവിലെ തിരിച്ച് അങ്ങോട്ട് പോയപ്പോഴുള്ള ചവിട്ടടി മായ്ക്കാൻ വേണ്ടിയിട്ട് ആട്ടിൻ കൂട്ടത്തെ ആ വഴി കൊണ്ടുപോവുകയും ചെയ്യുക. നട്ടുച്ച സമയമാവുമ്പോൾ അറബികളെല്ലാം വീട്ടിൽ സുഖമായി വിശ്രമത്തിലായിരിക്കും. ആ സമയത്ത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആലയുടെ മൂത്ത മകൾ അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു തആല, സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു തആലയുടെ ഭാര്യയാണ്. അബ്ദുല്ലാഹി ബിൻ സുബൈറിനെ ഗർഭം ധരിച്ച് പൂർണ്ണ ഗർഭിണിയാണ്. നമ്മൾ മനസ്സിലാക്കണം, ആദ്യ ഗർഭം ധരിച്ച പെൺകുട്ടികൾക്ക് ഉണ്ടാകുന്ന വിഷമങ്ങളും ക്ഷീണവും നമ്മൾ മനസ്സിലാക്കണം. ഏതാണ്ട് പ്രസവത്തോട് അടുത്ത സമയമായ ഫസ്റ്റിലെ ഗർഭം ധരിച്ചു നിൽക്കുന്ന അസ്മാ സ്വന്തം വീട്ടിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും സിദ്ദീഖുൽ അക്ബറിനും ഭക്ഷണം പാകം ചെയ്തൊരു പാത്രത്തിലായി അത് തലയിലേറ്റി മക്കയിൽ നിന്ന് നടന്നു വരികയാണ്. വാഹനപ്പുറത്തല്ല, സ്വന്തം വീട്ടിൽ നിന്ന് നടന്നു വന്ന് 3 കിലോമീറ്ററോളം നടക്കണം. ഈ വഴി നടന്നു വന്ന് സാധാരണ നല്ല ആരോഗ്യമുള്ളവർക്ക് വരെ മുകളിൽ നടന്നെത്താൻ പ്രയാസമുണ്ടെങ്കിൽ ഈ പൂർണ്ണ ഗർഭിണിയായി പെൺകുട്ടി ഈ ഭക്ഷണവും തലയിലേറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തെത്തി അവർക്ക് രണ്ടുപേർക്കും ഭക്ഷണം കൊടുത്തു. വൈകുന്നേരമാകുന്നതിന് മുമ്പ് തിരിച്ചു പോകും. കാരണം അസറായ ആളുകളൊക്കെ പുറത്തിറങ്ങും അതിൻ്റെ മുമ്പ്. ഈ 3 ദിവസവും അവർക്കൊക്കെയാണ് സ്വർഗം നിറയുന്നത്. ഇപ്പം നമ്മുടെ പെൺകുട്ടികൾ 16, 17, 18 വയസ്സായ പെൺകുട്ടികൾ സിയാറത്തിന് പോയിട്ട് ആ ജബല് ഒന്ന് കയറണമെന്ന് പറഞ്ഞാൽ പൗതി എത്തുമ്പോഴത്തിന് കയ്യൂല, പിന്നെ മടിക്കുക കുട്ടികൾ. അതേ സമയത്ത് ആദ്യ ഗർഭം ധരിച്ച് പ്രസവത്തിന് അടുത്ത് നിൽക്കുന്ന സമയത്ത് നട്ടുച്ച പെരിപൊരി കൊള്ളുന്ന വെയിലത്ത് വീട്ടിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കി ഇവിടെ കൊണ്ടുപോയി സിദ്ദീഖ് തങ്ങൾക്കും നബി തങ്ങൾക്കും ഭക്ഷണം കൊടുത്ത് അസറാണതിന് മുമ്പ് തിരിച്ച് വീട്ടിലെത്തുകയാണ് അറിയാത്തത് പോലെ. അങ്ങനെ ആണും പെണ്ണും ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖിദ്മത്തിൽ പറഞ്ഞതുപോലെ 3-ാമത്തെ ദിവസം ഫജ്റായിനോട് അടുത്ത് വരുന്ന സമയത്ത് വ്യാഴാഴ്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയത്. വീട്ടിൽ നിന്ന് പുറപ്പെട്ടത് വ്യാഴാഴ്ചയാണ്. വ്യാഴം, വെള്ളി, ശനി, ഞായർ. വെള്ളി രാത്രി ആയതുകൊണ്ട്, അല്ല വെള്ളി രാവിലെയാണ് എത്തുക. വ്യാഴാഴ്ച രാത്രി പോയതായതുകൊണ്ട് വെള്ളി രാവിലെ ഫജ്റിന് മുമ്പ് രാത്രി അവിടെ എത്തി. പിന്നെ വെള്ളി, ശനി, ഞായർ. ഞായറാഴ്ച രാത്രി, തിങ്കളാഴ്ച രാവായി. ഫജ്റിന്റെ തൊട്ട് മുമ്പ് അബ്ദുല്ലാഹി ഇബ്നു ഉറൈഖത്ത് നേരത്തെ കരാർ ചെയ്തതനുസരിച്ച് ഈ 2 ഒട്ടകത്തെയും കൂട്ടി ഗുഹാമുഖത്തെത്തി. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു തങ്ങളും ഓരോ ഒട്ടകപ്പുറത്ത് കയറി. സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അതുവരെ ആടുമേച്ച് നടന്നിരുന്ന ബഹുമാനപ്പെട്ട ആമിർ ഇബ്നു ഫുഹൈറ റളിയല്ലാഹു തആല അൻഹുവിനെ ഖിദ്മത്തിന് വേണ്ടി കൂടെ കൂട്ടി. അങ്ങനെ 4 അംഗ സംഘമാണ് യാത്ര പുറപ്പെട്ടത്. ഒന്ന് വഴികാട്ടിയാവുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉറൈഖത്ത്, പിന്നീട് അദ്ദേഹം സഹാബിയായിട്ടുണ്ട് എന്നതാണ് ചരിത്രം. രണ്ടാമത്തേത് ആദ്യകാലത്ത് വിശ്വസിച്ച അടിമയായിട്ട് മർദ്ദിക്കപ്പെട്ടപ്പോൾ കാശ് കൊടുത്തു വാങ്ങി എത്തുക ചൊല്ലി തൻ്റെ ആട് മേച്ചുകൊണ്ടിരുന്ന ബഹുമാനപ്പെട്ട ആമിർ ഇബ്നു ഫുഹൈറ റളിയല്ലാഹു തആല അൻഹു ഖുറാഇ സബഈൻ എന്ന് പറയുന്ന 70 ഖുറായിങ്ങളെ ചതിച്ചു കൊന്ന കൂട്ടത്തിൽ ഷഹീദായ വലിയ മഹാനാണ് ആമിർ ഇബ്നു ഫുഹൈറ റളിയല്ലാഹു തആല അൻഹു. അവരും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഈ അബ്ദുല്ലാഹി ഇബ്നു ഉറൈഖത്തും 4 അംഗ സംഘം നേരെ അതിശീഘ്രം പുറപ്പെട്ടു. അന്ന് വൈകുന്നേരം വരെ വിശ്രമിച്ചിട്ടില്ല. അന്ന് രാത്രി മുഴുവനും നടന്നു, രാത്രി വിശ്രമിച്ചിട്ടില്ല. ആദ്യത്തെ യാത്ര അങ്ങനെ. ആ പകൽ മുഴുവനും ആ രാത്രി മുഴുവനും വിശ്രമമില്ലാതെ ഈ 4 അംഗ സംഘം യാത്ര പുറപ്പെട്ടു. കാരണം ഇവിടെ ശ്രദ്ധ ഉള്ള സ്ഥലത്ത് നിന്ന് വേഗം വിട്ടുകിടക്കാൻ വേണ്ടി. പിറ്റേന്ന് ളുഹാ സമയം മൂത്ത് ചൂട് വന്ന സമയത്ത് നബി തങ്ങൾ അവശനാണ്. നേരത്തേക്ക് കാലിൻ്റെ പ്രശ്നമൊന്നുമില്ല, വാഹനപ്പുറത്തായിരിക്കണം. എങ്കിലും ഉറക്കമില്ലാതെ 2 രാവും പകലും തുടർച്ചയായി യാത്ര ചെയ്തു. അടുത്ത പകൽ വെയിൽ ചൂടായ സമയത്ത് നബി തങ്ങൾ ക്ഷീണിതനായി കണ്ടപ്പം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നബിയെ ഒന്ന് വിശ്രമിക്കണ്ടേ? തിരക്കടില്ല. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഒന്നും തണലൊന്നും കാണാനില്ല. അപ്പുറത്ത് നല്ലൊരു പാറുണ്ട്. അടുത്ത് ചെന്ന് നോക്കുമ്പം പാറക്ക് അടിഭാഗത്ത് നല്ല തണുപ്പുള്ള സ്ഥലമുണ്ട്. വെയിൽ കൊള്ളാത്ത പാറിൻ്റെ അടിയിൽ നിലത്ത് നല്ല തണുപ്പുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിരപ്പാക്കി ഒരു വിരിപ്പ് വിരിച്ച് എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, ഇവിടെ നമുക്ക് കുറച്ച് നേരം വിശ്രമിക്കാം. തങ്ങൾ ഇറങ്ങി ഈ വിരിച്ച വിരിപ്പിൽ കിടന്നുറങ്ങി.
സഹയാത്രികളൊക്കെ വിശ്രമിച്ചു. പക്ഷേ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അപ്പോഴും വിശ്രമിക്കല്ല. ഒരു രാവും ഒരു പകലും മുഴുവനായി യാത്ര ചെയ്ത് അടുത്ത പകല് വെയിൽ ചൂടായിട്ടുണ്ട്, നബിതങ്ങൾ ക്ഷീണിച്ചിട്ടുണ്ട്, നബിതങ്ങൾക്ക് എന്തെങ്കിലും കിട്ടണം. ആരെങ്കിലും കിട്ടുമോ? അക്കാലത്തൊക്കെ ഈ മരുപ്രദേശങ്ങളിലൊക്കെ ആട് മേയ്ക്കുന്ന ഇടയന്മാരുണ്ടാവും, മുതലാളിമാർ ആട് മേച്ചുകൊണ്ട് അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്ന് ഇങ്ങനെ അന്വേഷിച്ച് നടക്കുമ്പം കാണാ ഒരു ആട്ടിടയൻ അദ്ദേഹത്തിൻ്റെ ആട്ടും പറ്റത്തെയും തെളിച്ച് ഇങ്ങനെ വരുന്ന. എന്താ ഉദ്ദേശം? സിദ്ദീഖ് പറയാണ് ഞങ്ങളുടെ ഉദ്ദേശം തന്നെ. കാരണം അവിടെ എവിടെയൊന്നും തണലില്ല. അപ്പം ഈ പാറിൻ്റെ അടുത്ത് വന്നാൽ അതിൻ്റെ തണലിൽ വിശ്രമിക്കാന്നുള്ള ആൾക്ക് വരികയാണ്. ഇയാളെ കണ്ട് നേരെ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, എടോ ഇത് ആരാടാണ്? ഇന്ന ആൾ. അപ്പം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അറിയുന്ന ആളാ. അയാൾ നല്ലൊരു ധർമ്മിഷ്ഠനാ, ആട് മുശ്രിക്ക് തന്നെയാണ്, പക്ഷെ നല്ലൊരു ധർമ്മിഷ്ഠനാ. വഴിയാത്രക്കാരായ ആളുകൾക്ക് പാല് കറന്നു കൊടുക്കുന്നതിനോ ആവശ്യമെങ്കിൽ ആട് അറുത്തു കൊടുക്കുന്നതിനോ സന്മനസ്സുള്ള വലിയൊരു വിശാല മനസ്കൻ്റെതാണെന്ന് മനസ്സിലായി. അപ്പൊ ചോദിച്ചു, അല്ല ഇതിൽ കറക്കാൻ പറ്റുന്ന ആടുണ്ടോ? എൻ്റെ യജമാനത് സമ്മതാവോ? ഓ ആടുണ്ട്, വേണമെങ്കിൽ നിങ്ങൾക്ക് കറക്കാം, മുപ്പർക്ക് സമ്മതാണ്. അങ്ങനെ വലിയൊരു കല്ല്, ഒരു കുണ്ടുള്ള ഒരു കല്ല് വൃത്തിയാക്കിയിട്ട് ആ കുണ്ടിലേക്ക് പാല് കറന്നു. ആട്ടിൻപാല് കറന്നെടുക്കുമ്പോൾ നല്ല ചൂടാണല്ലോ. ചൂട് തണുക്കാൻ വേണ്ടി സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൈവശത്തിലുണ്ടായിരുന്ന ഒരു പാത്രത്തിലുള്ള വെള്ളം പാർന്നു. അടിയിൽ കൈവച്ചപ്പോൾ തണുപ്പ് വരുന്നത് വരെ വെള്ളം പാർന്നു. അപ്പോൾ പാല് വെള്ളം പാർന്ന് തണുപ്പ് വന്നപ്പം ഇതുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തിൽ ചെന്നു. എന്തിനാ? ഉണരുമ്പോൾ തങ്ങൾക്ക് കൊടുക്കുക ക്ഷീണത്തിന്. അപ്പൊ തങ്ങൾ ഉണർന്നിട്ടില്ല, വിളിക്കുന്നത് അദബുകേടാണെന്ന് കരുതി അങ്ങനെ നിന്നു. കുറെ കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്പം ക്ഷീണം മാറി ഉറക്കിൽ നിന്നിട്ട് ഉണർന്നപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നബിയെ പാലുണ്ട്, കുറച്ച് കുടിക്കുകയല്ലേ ചോദിച്ചു. തിരക്കിടില്ല, വിരോധമില്ലെങ്കിൽ അങ്ങനെ കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷമായി കുടിച്ചു. സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഒരു കുഞ്ഞ് മുല കൊടുത്താൽ കുടിച്ച് സന്തോഷിക്കുമ്പോൾ ഉമ്മക്കുണ്ടാവുന്ന സന്തോഷം പോലെ നബി തങ്ങൾ സുഖമായി പാല് കുടിച്ചതിലുള്ള സന്തോഷം. ഉടനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് നബി തങ്ങൾ ചോദിക്കുക, അർ-റവാഹ യാ അബൂബക്കർ, പുറപ്പെടാനായില്ലേ? അതേ പുറപ്പെടാനായി. വെയിലൊക്കെ അത്യാവശ്യം ചൂണ്ട്. അങ്ങനെ അവിടുന്ന് പുറപ്പെട്ട് വഴിയാത്ര വൈകുന്നേരമാവുന്ന സമയത്ത് ഖദീദ് എന്ന് പറയുന്നു, ആ പേരിൽ തന്നെ ആ സ്ഥലത്തിന് ഖദീദ് എന്ന് പറയുന്ന പ്രദേശത്തെത്തി. അവിടെ ഒരു ജനവാസ കേന്ദ്രമാണ്, ഒരു ഗ്രാമമാണ്. അവിടെ ഉമ്മു മഅബദ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പ്രശസ്തയായ സ്ത്രീയുണ്ട്. മധ്യവയസ്കയാണ്, അവർ വലിയ ധർമ്മിഷ്ഠയാണ്. അതിൻ്റെ പുറമെ ചില്ലറ വ്യാപാരവുമുണ്ട്. ആ വഴി പോകുന്ന യാത്രക്കാർ പാവപ്പെട്ടവരാണെങ്കിൽ അവർക്ക് ഭക്ഷണവും പാലുമൊക്കെ സൗജന്യമായി കൊടുക്കും. ആവശ്യമുള്ളവർക്കാണെങ്കിൽ മാംസവും ഭക്ഷണവും വിലക്ക് വെക്കും. ഇത് ഉമ്മു മഅബദിന്റെ പണിയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖും തങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ 4 അംഗ സംഘം ഉമ്മു മഅബദിന്റെ ഹൈമയിലെത്തിയപ്പോൾ ഉമ്മു മഅബദ് തന്നെ ഉള്ളൂ, ഭർത്താവും മകനും ഉണ്ട്. അവർ രണ്ടുപേരും ആട് മേക്കാൻ പോയി തിരിച്ചെത്തിയിട്ടില്ല. അവർ ചെന്നു, ഞങ്ങളിങ്ങനെ വയ്യാത്രക്കാരാണ്, ഇവിടെ ഭക്ഷണമോ വെള്ളമോ വല്ലതും സൗകര്യത്തിനുണ്ടോ, പാലുണ്ടോ എന്ന് ചോദിച്ചപ്പം പറഞ്ഞു, അല്ലാ ഞാനൊക്കെ എപ്പോഴും ഇങ്ങനെ ചെയ്യുന്ന ആളാണ്. ഈ കൊല്ലം മഴയെ കിട്ടിയിട്ടില്ല. മഴ കിട്ടാത്തതിൻ്റെ പേരിൽ ആടുകൾക്കൊന്നും തീറ്റ കിട്ടാത്തപ്പോൾ പാലില്ല, മാംസമില്ല, ഞങ്ങൾ എൻ്റെ പട്ടിണിയിലാണ്. പിന്നെ ഞാനൊരു പാവപ്പെട്ട സ്ത്രീയാണ്, എൻ്റെ അടുക്കൽ കൂടുതലൊന്നുമില്ല. നിങ്ങൾ വയ്യാത്രക്കാരായതുകൊണ്ട് നിങ്ങൾക്ക് സൽക്കാരം വേണമെങ്കിൽ ഞങ്ങളുടെ ഈ ഗോത്രത്തലവൻ്റെ വീടിൻ്റെ കുറച്ചപ്പുറം പോയാൽ അദ്ദേഹം നല്ല സമ്പന്നനാണ്, അയാളും ധർമ്മിഷ്ഠനാണ്, അവിടെ ചെന്നാൽ നിങ്ങൾക്ക് വേണ്ട സഹായം കിട്ടും. ഇവിടെ നിന്നാൽ എന്നോടൊന്നും ചെയ്യാൻ കഴിയില്ല, അവിടെ ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഞങ്ങൾ അങ്ങോട്ട് പോകാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. അപ്പോണ്ട് ഇവരുടെ തമ്പിൻ്റെ ഒരു മൂലക്കല് ഒരു ചെറിയ ആടും കുട്ടി ഇങ്ങനെ കിടക്കുന്നു, ക്ഷീണിച്ച് ഓടാനും പായാനും വയ്യാതെ ഇങ്ങനെ ചുണ്ടെടുക്കുക. ഈ ആടും ചെറിയൊരാടാ അതിങ്ങനെ കിടക്കുന്നത് കണ്ടപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഉമ്മു മഅബദ് ഈ ആടെന്താണ്, എനിക്ക് കറക്കാണ്ടോ ചോദിച്ചു. നബിയെ കറക്കാൻ പോയിട്ട് ബാക്കി ആടുകളെ മേക്കാൻ കൊണ്ടുപോയപ്പോൾ ഇനി നടക്കാൻ വയ്യാഞ്ഞിട്ട് ഇവിടെ നിന്നാ, അതിൻ്റെ അടുത്ത് പാലൊന്നും ഇല്ല. ഞാൻ കറക്കണേ നിങ്ങൾക്ക് വിഷമമുണ്ടോ ചോദിച്ചു. അള്ളാഹിൽ കറക്കണേന് നമുക്കൊരു വിഷമമില്ല, ഉണ്ടെങ്കിൽ നിങ്ങൾ കറന്നോളിയായിരുന്നു എന്നൊരു പാത്രം കൊണ്ടായിരുന്നു. ഉമ്മു മഅബദ് റളിയല്ലാഹു തആല അൻഹ പിന്നീട് മുസ്ലിമായ അവരൊക്കെ കുടുംബം, അവരും അവരുടെ മകനും ഭർത്താവും ഒക്കെ പിന്നീട് മുസ്ലിമാവുകയും മദീനയിലേക്ക് ഹിജ്റ പോവുകയും ചെയ്ത മഹാന്മാരാണ്, വലിയ അത്ഭുതത്തിൻ്റെ ആളുകളാണ്. അങ്ങനെ പാത്രം കൊണ്ടുവന്ന് കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ആടിനെ അടുത്ത് വിളിച്ച് അവിടെ നിർത്തി, അവിടുത്തെ ഷറഫാക്കപ്പെട്ട കൈ കൊണ്ട് ആ അകിടൊന്ന് തടകിയപ്പോൾ
ആട് അണലെടുക്കാൻ തുടങ്ങി. ഒന്നും ഇല്ലാതെ ഇങ്ങനെ ക്ഷീണിച്ച് കിടത്തിയ ആട് അണലെടുക്കാൻ തുടങ്ങി. പെട്ടെന്ന് അവിടും മുലയും പാലിറങ്ങി വീർത്തു. ഈ പാത്രം നിറയെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാല് കറന്നു. എന്നിട്ട് ആദ്യം ഉമ്മു മഅബദിനോട് പറഞ്ഞു, നിങ്ങളാണ് വീട്ടുകാരി, അത് നിങ്ങൾ കുടിക്കുകയാണ്. അല്ല നിങ്ങൾ കുടിക്കുക, നിങ്ങളല്ലേ വിരുന്നുകാരുകാരൻ, അല്ല നിങ്ങൾ കുടിക്കുകയായിരുന്നു. അവർ മതിയാവുന്നത് വരെ കുടിച്ചു. പിന്നീട് വീണ്ടും കറന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനും അബ്ദുല്ലാഹി ഇബ്നു ഉറൈഖിത്തിനും ബഹുമാനപ്പെട്ട ആമിർ ഇബ്നു ഫുഹൈറക്കും മതിവരുവോളം പാല് കുടിച്ചു. എന്നിട്ട് വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കറന്നു. അവസാനം തങ്ങൾ കുടിച്ചു. കുടിച്ചതിന് ശേഷം വീണ്ടും ആ പാത്രം നിറയെ പാല് കറന്നു. എന്നിട്ട് പറഞ്ഞു, നിന്റെ ഭർത്താവ് വരുമ്പോൾ അവർക്ക് കൊടുത്തോ എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ വെച്ചിട്ട് സല്ലല്ലാഹു. ഇവരിങ്ങനെ അമ്പരന്ന് നിൽക്കുക. എന്ത് അത്ഭുതമാണ് ഈ കാണുന്നത്. ആ ആടിന് പിന്നെ ആ പ്രദേശത്തുകാർ പറഞ്ഞതിൻ്റെ പേര് മുബാറക്ക എന്ന, ആ ആടിൻ്റെ തന്നെ പേര് മുബാറക്ക എന്നായി മാറി. എന്നിട്ട് ഈ ഒരൊറ്റ സംഭവമല്ല, അതാണ് രസം. അന്ന് മുതൽക്ക് ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കാലത്ത് ആമുർ റമാദ എന്ന് പറയുന്ന ഒരു കൊല്ലമുണ്ടായല്ലോ, ആ കൊല്ലത്താണ് ഈ ആട് മരിച്ചു പോകുന്നത്. അതുവരെ അവരുടെ വീട്ടുകാർക്കും അയൽവാസികൾക്കും വേണ്ട പാല് ഇഷ്ടം പോലെ കറക്കാൻ രാവിലെയും വൈകുന്നേരവും ഈ ആടിൽ നിന്നിട്ട് കിട്ടിയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്ത്. ഏതായാലും ആട്ടെ, അത് കഴിഞ്ഞ് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും യാത്രക്കാരും പുറപ്പെട്ടു. ബനൂ മുദ്ലിജ് ഗോത്രക്കാരവര് ഖുസാഅത്തിൽപ്പെട്ട ഒരു വിഭാഗമാണ് ബനൂ മുദ്ലിജ്. അങ്ങനെ കുറേ ആട് എത്തിയപ്പോൾ ഇവരുടെ നേതാക്കന്മാരൊക്കെ ഒരുമിച്ച് കൂടുന്ന ഒരു നാദിയുണ്ട്, ക്ലബ്ബ് എന്ന് പറയാം. അവിടെ ഒരുമിച്ച് കൂടുന്ന സമയത്ത് ഒരാൾ ഓടി വന്നിട്ട് പറഞ്ഞു, അല്ല ഖുറൈശികളുണ്ടല്ലോ 200 ഒട്ടകം ഇനാമ് പറഞ്ഞ രണ്ടാള് അവരാന്ന് തോന്നുന്നു, ഒരു 2-3-4 ആളുള്ള ഒരു സംഘം അങ്ങനെ തീരദേശത്ത് കടൽ തീരത്തൂടെ ഇങ്ങനെ പോകുന്നത് കണ്ട് തോന്നുന്നു. ആളുകൾ ഇങ്ങനെ കുടിക്കും. അപ്പൊ ബനൂ മുദ്ലിജുകാരുടെ നേതാവ് സുറാഖത്ത് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു പിന്നീട് മുസ്ലിമായ ആളാണ്. സുറാഖത്ത് ബിൻ മാലിക് പറഞ്ഞു, അയാൾക്കറിയാം തന്നെയാണ്, പക്ഷെ ഇത് ഈ 200 ഓട്ടം എനിക്ക് തന്നെ കിട്ടണം എന്നുള്ളവർക്ക് ഇയാൾ പറഞ്ഞു, അതൊന്നുമല്ല, എനിക്കറിയാം, നമ്മളിവിടെ അടുത്ത് ഒരു കബീലുണ്ട്, അവരെ 3-4 ഒട്ടകം കാണാതായിന്, ആ ഒട്ടകത്തെ തെരഞ്ഞിറങ്ങിയത് അതിൻ്റെ ആൾക്കാരാണ്, അതല്ലാതെ ഖുറൈശികളാളൊന്നും എല്ലാവരും. എന്തിനാ ബാക്കിയുള്ളവരായിരിക്കും പോയിട്ട് ഈ സമ്മാനം മറ്റുള്ളവർക്ക് കിട്ടണ എനിക്ക് തന്നെ കിട്ടണം എന്നുള്ളൽക്കാ. അത് കഴിഞ്ഞു ബഹുമാനപ്പെട്ട സല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖും പോവല്ലേ, ഇയാൾ മെല്ലെ കുറച്ചു നേരം കഴിഞ്ഞതിന് ശേഷം ആരും അറിയാതെ മെല്ലെ ഇറങ്ങി വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്നിട്ട് അടിമസ്ത്രീയോട് പറഞ്ഞ് കുതിരക്ക് ജീനി അടിയിച്ച് വീട്ടിൻ്റെ പുറകുവശത്തിനൊരു കുന്നുണ്ട്, കുന്നിൻ്റെ അപ്പുറത്ത് കൊണ്ടുപോയിട്ട് നിർത്തുകയായിരുന്നു. കാരണം ഇത് ആരെയും ശ്രദ്ധയപ്പെടാതെക്കാൻ വേണ്ടി. ഇയാൾ അമ്പും വില്ലും കുന്തും എടുത്തുകൊണ്ട് വീട്ടിൻ്റെ പുറകുവശത്ത് കൂടെ ആരും കാണാതെ പോയി കുതിരപ്പുറത്ത് കയറി അതിശീഘ്രം ഓടിച്ചു. കുറച്ചു വേഗം ഓടി കുതിര അങ്ങെത്തുന്ന സമയത്ത് കാണാ 4 അംഗ സംഘം പതുക്കെ മന്ദം തീരദേശത്തിലൂടെ മുന്നോട്ട് പോകുന്നു. ഒരു 40 മുഴം അകലെത്തി കണ്ടു. കൃത്യമായി അറിയുന്ന സമയത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നുണ്ട്, ബേജാറാകുന്നുണ്ട്. നബിയെ അദ്റക്കന ത്വലബു, അന്വേഷണക്കാർ പിടിക്കാൻ വരുന്നു. നബി തങ്ങൾ തിരിഞ്ഞു നോക്കുന്നേ ഇല്ല. നിങ്ങൾ ഇങ്ങനെ ഖുർആൻ ഓതിക്കൊണ്ട് ഇങ്ങനെ പോവുകയാണ്. തങ്ങൾക്കെല്ലാം അല്ലാഹു തആല നേരിൽ കാണിച്ചു കൊടുത്തതല്ലേ, ഇനി തങ്ങൾക്ക് ഇനി വല്ല ശക്കുണ്ടാ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബേജാറായ സമയത്ത് സിദ്ദീഖ് നിങ്ങൾ ബേജാറാകണ്ട, അതിനൊക്കെ അല്ലാഹു തആല വഴി കാണും. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിദ്ദീഖിന്റെ ബേജാറ് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹുമ്മ അലൈക ബിഹി, പടച്ചോനെ അവനെ നീ നിയന്ത്രിക്കണം. പറയേണ്ട താമസം ഇയാൾ ഓടി വരുന്ന കുതിരയുടെ കാല് 4 ഭൂമിയിൽ കിടന്നു. ഇയാൾ ഇവന്ന് തെറിച്ചു വീണു. ഓടുന്ന കുതിരയല്ലേ, പെട്ടെന്ന് കാലുണ്ടാകുന്നപ്പം ഇയാൾ തെറിച്ചു വീണു. ഉടനെ എഴുന്നേറ്റ് അപ്പൊ വരുന്നുണ്ട് ഈ പ്രശ്നം നോക്കുന്ന അസ്ലാം എപ്പോഴും കൊണ്ടിടക്കും. പ്രശ്നം നോക്കി ഉപദ്രവിക്കണോ വേണ്ടേ? പ്രശ്നം നോക്കിയപ്പോൾ നറുക്കിട്ടിയത് ഉപദ്രവിക്കാൻ പാടില്ല. പക്ഷെ 200 ഒട്ടക കിട്ടാൻ പോകുന്നത് എന്നുള്ള നിലക്ക് ഇയാളെ വ്യാമോഹം. രണ്ടാമത് കുതിര കാലൊക്കെ വലിച്ചു പുറത്തെടുത്തു. രണ്ടാമതും കുതിര പുറത്ത് കയറിയിട്ട് ഓടി. ഒരു 6-7 മുഴം അടുത്തെത്തിയപ്പോ വീണ്ടും അല്ലാഹുവിന്റെ കുതിരത്ത് ആദ്യം 2 മുന്നിലെ കൈ കീപ്പോട്ടാണ് താന്നുപോയി. കാല് പുറത്തും. അതോടുകൂടി ആളി തെറിച്ചു വീണ് വീണ്ടും നോക്കി. പ്രശ്നം നോക്കിയവൻ പറഞ്ഞു, ലാ തദുർറഹും, അവരെ ഉപദ്രവിക്കാൻ പാടില്ല.
അവിടെ നിന്ന് കുതിര പണിപ്പെട്ട് കൈ ഇങ്ങോട്ട് വലിച്ചെടുത്തപ്പം പെട്ടെന്ന് ഒരു പൊടിപടലം തീപ്പുക പൊന്തുന്നത് പോലെ പൊന്തി, ആകാശം മുട്ടേ പോകും. മനസ്സിലായി, രക്ഷപ്പെടൂല. അതുകൊണ്ട് വിളിച്ചു, അൽ അമാൻ, അൽ അമാൻ, എനിക്ക് അഭയം തരണം, ഞാനൊന്നും ഉപദ്രവിക്കുകയില്ല. എന്താ എൻ്റെ ആവശ്യം എന്ന് വെച്ചാൽ, ഒന്നുമില്ല, ഞാൻ നിങ്ങളൊന്നും ചെയ്യൂല, എനിക്ക് നിങ്ങൾ അമാൻ വേണം, അത്രേ വേണ്ടൂ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, അയാൾക്ക് അമാന എഴുതി കൊടുക്ക്. സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു എന്ത് പറഞ്ഞു? മൂപ്പരുടെ ഖാദിമാവുന്ന ആമിർ ഇബ്നു ഫുഹൈർ റളിയല്ലാഹു തആല അഷ്റം എഴുത്തറിയുന്ന ആളാണ്, സിദ്ദീഖിനും എഴുത്തറിയാം. അദ്ദേഹം എഴുതി കൊടുത്തു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബനൂ മുദ്ലിജ് ഗോത്രത്തിന്റെ നേതാവാവുന്ന സുറാഖത്ത് ഇബ്നു മാലിക്കിന് എഴുതി കൊടുത്തതായ അമാൻ, അദ്ദേഹം ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നബി തങ്ങളുടെ മുന്നിൽ പെട്ടാൽ അദ്ദേഹത്തിന് നബി തങ്ങളുടെയും അള്ളാഹുവിൻ്റെയും അമാനുണ്ട്, എഴുതി ഒപ്പിട്ട് വാങ്ങി. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, സുറാഖ, ഞാൻ ഒളിച്ചോടി പോവുകയാണെന്നിട്ട് വിചാരിക്കുന്നുണ്ടോ? നമ്മളും ആരും അങ്ങനെ വിചാരിക്കണ്ട. ഞാൻ ഒളിച്ചോടി പോവുകയാണെന്നിട്ട് വിചാരിക്കുന്നുണ്ടാ? ഈ ആയുസ് കഴിയുന്നതിന് മുമ്പ് സുറാഖ, നീ മരിക്കുന്നതിന് മുമ്പ് ബനൂ സാസാന്റെ ചക്രവർത്തി കിസ്റ ചക്രവർത്തിയുടെ കൈവളയും അവിടത്തെ കിരീടവും കേവലം അറാബിയാവുന്ന സുറാഖത്തെ നിന്റെ കയ്യിലണയുന്ന സമയം വിദൂരത്തല്ല. പേടിച്ചു പോകില്ല. കിസ്റയും കൈസറും നജ്ജാഷിയും എൻ്റെ കീഴിൽ വരുമെന്നും അവിടെയൊക്കെ ഇസ്ലാമിന്റെ വെന്നിക്കൊടി പാറുമെന്നും കൃത്യമായി അറിഞ്ഞുകൊണ്ട് തന്നെ ഒളിച്ചോടല്ല, മറിച്ച് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ദഅവത്തിനുള്ള വേദി ഒരുക്കാൻ വേണ്ടിയിട്ട് എക്കാലമുള്ള സ്ഥലം മാറ്റം മാത്രമാണ്. എഴുതി കൊടുത്തു. ഈ എഴുത്തുമായിട്ട് പിന്നീട് സുറാഖത്ത് വരുന്നറിയോ? മക്കം ഫതഹ് കഴിഞ്ഞു, ഹുനൈൻ യുദ്ധം കഴിഞ്ഞു, ത്വായിഫ് ഉപരോധം കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ച് ജിറാനയിലേക്ക് വന്ന സമയത്ത് അവിടെയാ വരുന്നത്. 12,000 പടയാളികളുമായി നബി തങ്ങൾ ജിറാനയിൽ നിൽക്കുമ്പോൾ സുറാഖത്ത് ഇബ്നു മാലിക് അതുവരെ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല, വന്നു. അൻസാരികൾ ഇദ്ദേഹത്തെ കണ്ടപ്പോ ഇലൈക്ക് പോർന്ന് മുമ്പരതൊന്നും ചൂട് കൊടുക്കാതെ അടുത്ത് ഇനിയും അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്നുണ്ട്. ഏകദേശം വെളിപ്പാട് അകലെ എത്തിയപ്പോ ഒച്ചത്തിൽ പറഞ്ഞു, ഹാദാ അമാനുക യാ മുഹമ്മദ്, പണ്ട് എഴുതി തന്ന അമാനാണിത്. അന സുറാഖത്ത് ഇബ്നു മാലിക്. സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ യൗമു യൗമുൽ വഫാ, എന്ത് കരാറുണ്ടെങ്കിൽ അത് പാലിക്കുന്ന ദിവസമാണ്. വിജയത്തിന്റെ വെന്നിക്കൊടി പാറിച്ച് മക്കയും ത്വായിഫും എല്ലാം നബി തങ്ങളുടെ കീഴിൽ വന്ന് രാജകീയ പ്രൗഢി നേടിയ ഈ സമയത്ത് പണ്ട് നീ എന്നെ കൊല്ലാമെന്നവനാണ് എന്ന് പറയുന്ന കാലമല്ല, വാക്ക് പാലിക്കുന്ന സമയമാണ്. അങ്ങനെ അദ്ദേഹം അവിടെ വെച്ചിട്ടാണ് ഇസ്ലാം മതം സ്വീകരിക്കുന്നത്. പിന്നീട് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല കാലത്ത് കിസ്റയുടെ കൊട്ടാരം കീഴടങ്ങുകയും കിസ്റയുടെ ആടയാഭരണങ്ങളും സ്വർണം കൊണ്ട് നിർമ്മിക്കപ്പെട്ട വാളിൽ രത്നങ്ങളും മാണിക്യങ്ങളും പതിച്ച വാളും അദ്ദേഹത്തിന്റെ കൈയിൽ ധരിച്ച സ്ഥാനവള, തോളറ്റും വരുന്ന ആ സ്ഥാനവളയും കിരീടവും ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ സവിധത്തിൽ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു സൈന്യം കൊണ്ടുപോയി സമർപ്പിച്ച സമയത്ത് സിദ്ദീഖ് ഉമർ റളിയല്ലാഹു അൻഹു അറിയാം, അങ്ങനെ ഒരു കരാർ പണ്ട് വിധങ്ങൾ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. അയിന സുറാഖത്ത് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, എവിടെ സുറാഖ എഴുന്നേറ്റുന്നു. എന്നിട്ട് കിസ്റ ചക്രവർത്തിയുടെ സ്ഥാനവള കൈകളിൽ രണ്ടിലും അണിയിച്ചു, ആ കിരീടം വെപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, അൽഹംദുലില്ലാഹ്. ഒരു അറാബിയായ കേവലം സുറാഖത്ത് മാലിക് എന്ന് പറയുന്ന അറാബി, കിസ്റ മലിക്കുൽ മുലൂക്ക് എന്ന പേരിൽ അറിയപ്പെടുന്ന കിസ്റ ചക്രവർത്തിയുടെ അധികാര ചിഹ്നമാവുന്ന വളയും കിരീടവും ധരിപ്പിച്ച് മുസ്ലിങ്ങളുടെ ഇസ്സത്ത് വളർത്തിയ അള്ളാഹുവിനാണ് സർവസ്തുതി. ഇത് എപ്പാ പറയുന്നത്? ചിലരൊക്കെ മനസ്സിലാക്കുന്നത് പോലെ നബി തങ്ങൾ ഒളിച്ചോടിയതല്ല. ഈ സമയത്ത് പറഞ്ഞ് അതൊക്കെ കയ്യും, നീ മരിക്കണേന് മുമ്പ് എനിക്ക് കാണാൻ പറ്റുമെന്ന് പറഞ്ഞ് അവർ കണ്ടു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയി കുറെ അങ്ങോട്ട് എത്തുമ്പോൾ, എന്നിട്ട് ഇയാള് സുറാഖത്ത് പറഞ്ഞു, കുറച്ചങ്ങോട്ട് പോയാൽ, അയാൾ വലിയ ഗോത്രത്തലവനാ, കുറച്ചങ്ങോട്ട് പോയാൽ എൻ്റെ ഒരു അമ്പുണ്ട്, ഇത് കയ്യിൽ അടയാളമായിട്ട് ഇടിച്ചോളി, അവിടെ ഇഷ്ടം പോലെ ഒട്ടകങ്ങളുണ്ട്, ആടുകളുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒട്ടകങ്ങൾ എടുക്കുക, എത്ര വേണമെങ്കിലും എടുക്കുക, ആടുകളുണ്ട്, ഇഷ്ടമുള്ളത്ര എടുക്കുക എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൻ്റെ ഒന്നിൻ്റെ ആവശ്യം ഇപ്പോൾ തൽക്കാലം ഇല്ല എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറെ അങ്ങ് എത്തിയതാണ്ട് മദീനയോട് അടുക്കാനായി. 9 ദിവസം കഴിഞ്ഞിട്ട് 10ാമത്തെ ദിവസം അവിടെ എത്തണത്. മദീനയോട് അടുക്കാനാവുമ്പോൾ
ബഹുമാനപ്പെട്ട സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു തആല അൻഹു ഷാമിൽ നിന്നിട്ട് കച്ചവടം കഴിഞ്ഞു വരുന്ന ഒരു സംഘത്തിൻ്റെ കൂട്ടത്തിൽ അതിൽ മുശ്രിക്കും മുഅ്മിനും ഒക്കെ ഉണ്ട്. ആ കച്ചവട സംഘത്തിലുണ്ട്. കൂട്ടത്തിൽ നല്ല മേത്തരം 2 ജോഡി വസ്ത്രം പ്രത്യേകം നബി തങ്ങൾക്കും സിദ്ദീഖിനും വേണ്ടി കരുതിയിട്ടുണ്ടായിരുന്നു. ആ വസ്ത്രം വെള്ള വസ്ത്രം അണിയിച്ചു. അതിന് ശേഷം കുറച്ചാണ് പോകുമ്പോൾ ബുറൈദ റളിയല്ലാഹു തആല അൻഹു അസ്ലം ഗോത്രത്തിൻ്റെ നേതാവാവുന്ന ബുറൈദ റളിയല്ലാഹു തആല അൻഹു 30 അംഗ അസ്ലമികളോട് കൂടെ, ഇവരിതൊന്നും അറിയില്ല. നിങ്ങളാരാണ് ചോദിച്ചു. ഞാനാണ് മുഹമ്മദ് റസൂലുള്ളാഹി. അള്ളാഹിൻ്റെ റസൂലാ. അതെ അതെ ഞാനും കേട്ടാണ്. ആ ആളാണ് ഞാൻ. നിങ്ങളെവിടേക്കാ പോകണമെന്ന് ചോദിച്ചു. ഞാൻ മദീനത്തേക്ക് പോവുകയാണ്. എന്നാലും ഇങ്ങനെ പോകാൻ പറ്റൂല. മദീനത്തേക്ക് നിങ്ങൾ പോകുമ്പോൾ ഇസ്സത്തോടു കൂടി തന്നെ പോകണം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അസ്ലം ഗോത്രക്കാരാവുന്ന 30 ആളുകളും അവിടെ വെച്ച് ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാം മതം സ്വീകരിച്ചു. അദ്ദേഹത്തിൻ്റെ സ്വന്തം കുന്തത്തിൽ അദ്ദേഹത്തിൻ്റെ തലപ്പാ വഴിച്ചെടുത്ത്, അത് അവരുടെ ഒരു അടയാള ചിഹ്ന, തലപ്പാ വഴിച്ചെടുത്ത് അതൊരു പതാകയാക്കി കെട്ടി പതാക വഹിച്ചു കൊണ്ടുവേണം നിങ്ങൾ പോകാനെന്ന് പറഞ്ഞു. അങ്ങനെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റബീഉൽ അവ്വൽ 9 തിങ്കളാഴ്ച ഖുബായിലെത്തി. ബനു അംർ ഇബ്നു സാലിം എന്ന് പറയുന്ന ഗോത്രക്കാരായിരുന്നു അവിടെയാണ് ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്തുന്നത്. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗങ്ങൾ അള്ളാഹു തൗഫീഖ് ചെയ്തെങ്കിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ ചുരുക്കി പറയാൻ അള്ളാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.